സോ ഇന്ന് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡേവിഡ് ഈസ്റ്റന്റെ ബിഹേവിയറൽ തിയറിയാണ്. ഇല്ലെങ്കിൽ നമ്മൾ പൊതുവെ ഇതിനെ വിളിക്കുന്ന എന്താ, സിസ്റ്റംസ് തിയറി എന്നാണ് അല്ലേ. നമ്മൾ PG ടൈമിലൊക്കെ പഠിച്ചിട്ടുണ്ടാകും. സിസ്റ്റംസ് തിയറി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിയറിയാണ്. ഈ പബ്ലിക് അഡ്മിനിസ്ട്രേഷനിൽ ഡേവിഡ് ഈസ്റ്റന്റെ ഈ തിയറി ബിഹേവിയറൽ തിയറി എന്ന പേരിൽ വിളിക്കുന്നുണ്ട്. ആൻഡ് ഇതിനെ നമ്മൾ ന്യൂ ഹ്യൂമൻ റൈറ്റ്സ് തിയറി എന്നുകൂടി അറിയപ്പെടുന്നുണ്ട്. അതൊന്ന് പഠിച്ചു വെച്ചേക്കുക. ഡേവിഡ് ഈസ്റ്റന്റെ ബിഹേവിയറൽ തിയറി അല്ലെങ്കിൽ സിസ്റ്റംസ് തിയറിയെ ന്യൂ ഹ്യൂമൻ റൈറ്റ്സ് തിയറി എന്നും അറിയപ്പെടുന്നു. ഇനി എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പെർസ്പെക്റ്റീവിലേക്ക് ഇത് അറിയപ്പെടാൻ തുടങ്ങിയത് എന്ന് ചോദിച്ചാൽ, നമ്മൾ പഠിച്ച ഹ്യൂമൻ റിലേഷൻസ് തിയറിയേക്കാളും കൂടുതൽ സയന്റിഫിക് ആയിട്ടുള്ള ഒരു ഔട്ട്ലുക്ക് കൊടുക്കാൻ ഈ തിയറിക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് എംപിരിക്കൽ ആയിട്ടുള്ള സ്റ്റഡീസ് പോസിബിൾ ആകുന്നുണ്ട്. എക്സ്പീരിയൻസസിന്റെ അടിസ്ഥാനത്തിലാണ് പഠനങ്ങൾ നടത്തുന്നത്. അതുപോലെ ഫാക്റ്റുകൾക്ക് വളരെയധികം പ്രാധാന്യം നൽകുന്നുണ്ട് എന്നുള്ളതൊക്കെ കൊണ്ട് തന്നെ ഇത് കൂടുതൽ സയന്റിഫിക് ആയിട്ടാണ് അറിയപ്പെടുന്നത്. സോ നമുക്ക് പറയാം, ഡേവിഡ് ഈസ്റ്റന്റെ തിയറി എന്ന് പറയുന്നത് ഡിസ്ക്രിപ്റ്റീവ് ആൻഡ് അനാലിറ്റിക്കൽ ആണ് പ്രിസ്ക്രിപ്റ്റീവിനേക്കാൾ. ട്രഡീഷണൽ തിയറി പൊതുവെ പ്രിസ്ക്രിപ്റ്റീവ് ആണ്, എന്നാൽ ഡേവിഡ് ഈസ്റ്റന്റെ തിയറി ഡിസ്ക്രിപ്റ്റീവ് ആണ്, അതുപോലെ തന്നെ അനലിറ്റിക്കൽ ഇൻ നേച്ചർ ആണ്. ക്ലിയർ ആയോ? ഇനി ഈ നോട്ടിൽ ആഡ് ചെയ്യാത്ത ഒരു കാര്യം ഞാൻ പറയാം. ഇദ്ദേഹത്തിന്റെ ഈ സിസ്റ്റംസ് തിയറി ആദ്യമായിട്ട് നമ്മുടെ പൊളിറ്റിക്കൽ സയൻസിൽ അല്ലെങ്കിൽ ബയോളജിയിൽ, പൊളിറ്റിക്കൽ സയൻസിൽ അവതരിപ്പിക്കുന്ന ഡേവിഡ് ഈസ്റ്റൺ ആണെങ്കിലും ബയോളജി പോലെയുള്ള സയൻസ് സബ്ജക്റ്റുകളിൽ ഈ ഒരു തിയറി നേരത്തെ ഒരു തിങ്കർ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഒരു അമേരിക്കൻ പൊളിറ്റിക്കൽ തിങ്കർ ആണ്. അദ്ദേഹത്തിന്റെ പേര് ചാൾസ് ഇ മരിയം എന്നാണ്. കേട്ടിട്ടുണ്ടോ? ചാൾസ്. സ്ക്രീൻ ഓൺ ആണല്ലോ, കാണുന്നില്ലേ? സ്ക്രീൻ വിസിബിൾ അല്ലേ? സ്ക്രീൻ വിസിബിൾ അല്ലേ? ഓക്കെ, അപ്പം അത് അവിടുത്തെ റേഞ്ചിന്റെ ഇഷ്യൂ ആയിരിക്കും കേട്ടോ. ബാക്കി എല്ലാവർക്കും ഓക്കെ ആണല്ലോ അല്ലേ? ഒന്നുകൂടി പുറത്തിറങ്ങിയിട്ട് കയറിയാൽ മതിയാവും, അത് ഓക്കെ ആവേ. അപ്പോൾ അമേരിക്കൻ പൊളിറ്റിക്കൽ സയന്റിസ്റ്റ് ആയിട്ടുള്ള ചാൾസ് ഇ മരിയം ചാൾസ് ഇ മരിയമാണ് ആദ്യമായിട്ട് പൊളിറ്റിക്കൽ സയൻസ് ഒഴികെയുള്ള മറ്റ് സബ്ജക്റ്റുകളിൽ ഈ പറയുന്ന സിസ്റ്റംസ് തിയറി അവതരിപ്പിച്ചിട്ടുള്ളത്. പക്ഷെ ഈ ഒരു തിയറി തുടക്കമായിട്ട് കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ ആ ടേം കോയിൻ ചെയ്തിട്ടുള്ളത് ഇവർ രണ്ടുപേരുമല്ല, ബർട്ടലാൻഫി, ലെഡ്വിഗ് ബർട്ടലാൻഫി എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ തിങ്കറാണ്. പക്ഷെ ഇത് ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടില്ല, കാരണം ഇത് പബ്ലിക് അഡ്മിനിസ്ട്രേഷന്റെ പെർസ്പെക്റ്റീവിലാണ് ഇതിലുള്ള സിസ്റ്റംസ് തിയറി ആഡ് ചെയ്തിരിക്കുന്നത്. അത് നമ്മൾ പൊളിറ്റിക്കൽ സയൻസിലും അതുപോലെ തന്നെ കമ്പാരറ്റീവ് പൊളിറ്റിക്സിന്റെ പെർസ്പെക്റ്റീവിലും വിശദമായിട്ട് പഠിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ ഇവിടെ ഞാനത് ആഡ് ചെയ്തിട്ടില്ല. ഓക്കെ, പക്ഷെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക, ചാൾസ് ഇ മരിയം ആണ് സിസ്റ്റംസ് തിയറി ആദ്യമായിട്ട് കൊണ്ടുവരുന്നത്. ലെഡ്വിഗ് ബർട്ടലാൻഫി എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ സയന്റിസ്റ്റ്, ഒരു തിങ്കർ ആണ് ഈ ടേം ആദ്യമായിട്ട് കോയിൻ ചെയ്യുന്നത് എന്നുള്ളതൊന്ന് ഓർത്ത് വെച്ചേക്കുക. ക്ലിയർ ആയോ? അത് നമ്മൾ പൊളിറ്റിക്കൽ സയൻസിന്റെ പെർസ്പെക്റ്റീവിൽ പഠിക്കും കേട്ടോ, ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കും. ഇവിടെ ഇപ്പോൾ നമ്മൾ പബ്ലിക് അഡ്മിനിസ്ട്രേഷന്റെ പെർസ്പെക്റ്റീവിലാണ് സിസ്റ്റംസ് തിയറി പഠിക്കുന്നത്. ഓക്കെ ആണോ? ഇത്രയും ക്ലിയർ ആയോ? ഒന്നുകൂടി പറയാം. ഡേവിഡ് ഈസ്റ്റന്റെ ബിഹേവിയറൽ തിയറി അല്ലെങ്കിൽ സിസ്റ്റംസ് തിയറി എന്ന് പറയുന്നത് ന്യൂ ഹ്യൂമൻ റൈറ്റ്സ് തിയറി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇത് ഹ്യൂമൻ റിലേഷൻസ് തിയറിയേക്കാളും കൂടുതൽ സയന്റിഫിക് ആയിട്ടാണ് അറിയപ്പെടുന്നത്. കാരണം കുറച്ചുകൂടി ഫാക്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു, അതുപോലെ തന്നെ എംപിരിക്കൽ ആയിട്ടുള്ള സ്റ്റഡീസ് കണ്ടക്ട് ചെയ്യുന്നു. അങ്ങനെ വളരെ ഒരു അനലറ്റിക്കൽ നേച്ചറിൽ അല്ലെങ്കിൽ ഒരു ഡിസ്ക്രിപ്റ്റീവ് നേച്ചറിൽ എക്സിസ്റ്റ് ചെയ്യുന്ന തിയറിയാണ്
ഡേവിഡ് ഈസ്റ്റന്റെ സിസ്റ്റംസ് തിയറി എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? പിന്നെ ഞാൻ അഡീഷണൽ ആയിട്ട് പറഞ്ഞത്, ഡേവിഡ് ഈസ്റ്റൺ ആണ് ഈ തിയറിക്ക് ഇത്രമാത്രം ഡെവലപ്മെന്റ് കൊടുത്തത് എങ്കിലും ആദ്യമായിട്ട് ഈ ടേം കൊണ്ടുവന്നത് ലെഡ്വിൻ ബർട്ടലാൻഫി എന്ന് പറയുന്ന ഒരു തിങ്കർ ആണ്. ആൻഡ് ഇതിനെ ഫർദർ ഡെവലപ്പ് ചെയ്തത് ചാൾസ് സി മെരിയം, അമേരിക്കൻ പൊളിറ്റിക്കൽ സയന്റിസ്റ്റ് ആയിട്ടുള്ള ചാൾസ് സി മെരിയം ആണ്. പക്ഷേ ഈ 2 പോയിന്റുകളും ഞാൻ ഈ ഒരു PDF ഉൾപ്പെടുത്തിയിട്ടില്ല, കാരണം അത് നമ്മൾ പൊളിറ്റിക്കൽ സയൻസിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും എന്നുള്ളത് കൊണ്ട്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ ആണോ അമൃത? ഓക്കെ, ഇനി ഈ ബിഹേവിയറലിസത്തിന് ഒരു 8 പ്രിമൈസസ് അല്ലെങ്കിൽ ഇന്റലക്ച്വൽ ഫൗണ്ടേഷൻ സ്റ്റോൺസ് എന്നാണ് പറയുന്നത്. ഒരു 8 ബേസിക് പ്രിമൈസസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതേതൊക്കെയാണെന്ന് നിങ്ങൾ പഠിക്കണം. ഫസ്റ്റ് വൺ, റെഗുലാരിറ്റീസ്, വേരിഫിക്കേഷൻ, ടെക്നിക്സ്, ക്വാണ്ടിഫിക്കേഷൻ, വാല്യൂസ്, സിസ്റ്റമൈസേഷൻ, പ്യുവർ സയൻസ്, ഇന്റഗ്രേഷൻ. ഇങ്ങനെ 8 ഫൗണ്ടേഷൻ സ്റ്റോൺസ് ആണ് ഉള്ളത് എന്നാണ് പറയുന്നത്. ബിഹേവിയറലിസത്തിന് പ്രധാനമായിട്ടും 8 ബേസിക് എലമെന്റ്സ് അല്ലെങ്കിൽ ബേസിക് പ്രിമൈസസ് ഉണ്ട്. ആ പ്രിമൈസസിനെ ഇന്റലക്ച്വൽ ഫൗണ്ടേഷൻ സ്റ്റോൺസ് ഓഫ് ബിഹേവിയറലിസം എന്നാണ് പറയപ്പെടുന്നത്. ക്ലിയർ ആയോ? ഓക്കെ ആണോ? ക്ലിയർ ആയോ? ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് അദ്ദേഹത്തിന്റെ സിസ്റ്റം തിയറിയെ കുറിച്ചാണ് കേട്ടോ. ഡേവിഡ് ഈസ്റ്റൺ എങ്ങനെയാണ് സിസ്റ്റം തിയറി അവതരിപ്പിക്കുന്നത് എന്ന്. ഇവിടെ ഇതിൽ നമുക്ക് വളരെ കുറച്ചായിട്ട് പഠിച്ചാൽ മതി. പൊളിറ്റിക്കൽ സയൻസിൽ ഇത് നമ്മൾ ഡീറ്റെയിൽ ചെയ്ത് പഠിക്കും കേട്ടോ. അപ്പോൾ ഇവിടെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ഒരു പൊളിറ്റിക്കൽ സിസ്റ്റം ഉണ്ടായിരിക്കും. ആ പൊളിറ്റിക്കൽ സിസ്റ്റത്തിലേക്ക് കുറച്ച് ഇൻപുട്സുകൾ കൊടുക്കും. ആ ഇൻപുട്സിന്റെ ബാക്കി പത്രമായിട്ട് കുറച്ച് ഔട്ട്പുട്സുകൾ ഉണ്ടാകും. ദെൻ അതിൽ നിന്നും ലഭ്യമാകുന്നത് ഒരു ഫീഡ്ബാക്ക് വഴി വീണ്ടും ഇൻപുട്സിലേക്ക് എത്തിച്ചേരും എന്നുള്ളതാണ് ഒരു ബേസിക് കോൺസെപ്റ്റ്. അപ്പൊ എന്താണ് ഇൻപുട്ട്, എന്താണ് ഔട്ട്പുട്ട്, എന്താണ് ഫീഡ്ബാക്ക് എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫിഗർ കാണാലോ അല്ലെ? ഫിഗർ കാണുന്നുണ്ടോ? ഓക്കെ, ഇത് ഞാനൊരു പബ്ലിക് അഡ്മിനിസ്ട്രേഷന്റെ പെർസ്പെക്റ്റീവിൽ പറയാം. കാരണം നമ്മളിപ്പോൾ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആണല്ലോ പഠിക്കുന്നത്. നോർമലി നമ്മൾ പൊളിറ്റിക്കൽ സയൻസിന്റെ പെർസ്പെക്റ്റീവിലാണ് പറയുന്നത്. ഇവിടെ നമുക്ക് പബ്ലിക് അഡ്മിനിസ്ട്രേഷന്റെ പെർസ്പെക്റ്റീവിൽ എടുക്കാം. അപ്പം ഇവിടെ ഒരു പൊളിറ്റിക്കൽ സിസ്റ്റം ഉണ്ടല്ലോ. ആ പൊളിറ്റിക്കൽ സിസ്റ്റത്തിനെ നമുക്ക് ഒരു ഓർഗനൈസേഷൻ ആയിട്ട് എടുക്കാം. ഓക്കെ, പൊളിറ്റിക്കൽ സിസ്റ്റത്തിനെ നമുക്ക് ഓർഗനൈസേഷൻ ആക്കി എടുക്കാം. ആ ഒരു ഓർഗനൈസേഷന്റെ ഇൻപുട്സ് എന്ന് പറയുന്നത് അവിടെ ജോലി ചെയ്യുന്ന വർക്കേഴ്സ് അതോറിറ്റീസിനോട് പറയുന്ന അവരുടെ കൺസേണുകളും അവര് ചെയ്യുന്ന ജോലികളുമായിരിക്കും. ക്ലിയർ ആയോ? ഒരു ഓർഗനൈസേഷൻ ഒരു സിസ്റ്റമായിട്ട് എടുത്തു കഴിഞ്ഞാൽ ആ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ സിസ്റ്റവും അവിടെ ജോലി ചെയ്യുന്ന വർക്കേഴ്സിന്റെ ഡിമാൻഡുകൾ ഉണ്ടാവൂല്ലോ. അതായത് അവരുടെ വർക്കിംഗ് കണ്ടീഷൻസ് നന്നാക്കി എടുക്കണം, അവർക്ക് കുറച്ചുകൂടി ഫിനാൻഷ്യൽ സെക്യൂരിറ്റി കൊടുക്കണം, അങ്ങനെ അത്തരത്തിലുള്ള ധാരാളം ഡിമാൻഡുകൾ വർക്കേഴ്സിന് ഉണ്ടാകും. ആ ഡിമാൻഡുകളും അതോടൊപ്പം തന്നെ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ആ വർക്കേഴ്സ് ചെയ്യുന്ന ജോലികളെ നമുക്ക് എന്താക്കി എടുക്കാം? ഇൻപുട്സ് ആക്കി എടുക്കാം. ക്ലിയർ ആയോ? ഇൻപുട്സിനകത്ത് 2 എണ്ണമാണ് വരുന്നത്. ഡിമാൻഡ്സും വരും, സപ്പോർട്ടും വരും. ഈ ഡിമാൻഡ്സും സപ്പോർട്ടും വർക്കേഴ്സിൽ നിന്നാണ് ഉണ്ടാകുന്നത് എന്ന് മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആയോ? ക്ലിയർ ആയി? ഇത്രയും ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഓക്കെ, ഇനി ഈ ഓർഗനൈസേഷൻ എന്ത് ചെയ്യും? ഓർഗനൈസേഷൻ ഇവരുടെ ഡിമാൻഡ്സുകൾ പരിശോധിക്കും, അതുപോലെ തന്നെ ഇവരുടെ വർക്ക് പരിശോധിക്കും. വർക്ക് പരിശോധിച്ച് കഴിയുമ്പോൾ അവർക്ക് അതോറിറ്റീസിന് മനസ്സിലാകും അവർ നല്ല രീതിയിലുള്ള വർക്ക് ചെയ്യുന്നുണ്ട്, ഇല്ലെങ്കിൽ അവരുടെ ഡിമാൻഡുകൾ നമ്മൾ നടപ്പിലാക്കി കൊടുക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട്
നമുക്ക് കുറച്ച് ഡിസിഷൻസ് ആൻഡ് പോളിസീസ്, ചിലപ്പം ഇൻക്രിമെന്റ്സ് ആയിരിക്കും, സാലറി ഇൻക്രിമെന്റുകളാവും, ഇല്ലെങ്കിൽ വർക്കിംഗ് കണ്ടീഷൻസ് കുറച്ചുകൂടി എക്സ്റ്റെൻഡ് ചെയ്യുന്നതാവും, അതുപോലെ തന്നെ ജോലി നന്നായിട്ട് ചെയ്തതിന് അവർക്ക് ബോണസ് കൊടുക്കുന്നതാകും. അങ്ങനെയുള്ള പല തരത്തിലുള്ള ഡിസിഷൻസ് ആൻഡ് പോളിസീസ്, ഇല്ലെങ്കിൽ സാലറി, പെൻഷൻ സിസ്റ്റംസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നതാകും. ഇങ്ങനെയുള്ള ഡിസിഷൻസ് ആൻഡ് പോളിസീസ് ഔട്ട്പുട്ട്സിന്റെ രൂപത്തിൽ മാനേജ്മെന്റ് കൊടുക്കും. ക്ലിയർ ആയോ? അപ്പോൾ വർക്കേഴ്സ് കൊടുക്കുന്ന ഡിമാൻഡ്സ് ആൻഡ് സപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഡിസിഷനും പോളിസീസും അവിടെ അതോറിറ്റീസ് ക്രിയേറ്റ് ചെയ്യും. ക്ലിയർ ആയോ? ഇനി ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന ഡിസിഷൻസ് ആൻഡ് പോളിസീസ് അനുസരിച്ചിട്ട് അവരെന്ത് ചെയ്യും? ഒരു ഫീഡ്ബാക്ക് സിസ്റ്റം കൊടുക്കും. അതായത് ഇത് കറക്റ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നുണ്ടോ, ഇല്ലെങ്കിൽ വെൽ മെയിൻറ്റെയിൻഡ് ആണോ, ഈ പറയുന്ന ഡിസിഷൻസ് ആൻഡ് പോളിസീസ് വർക്കേഴ്സിന് സ്യൂട്ടബിൾ ആയിട്ടുള്ളതാണോ എന്നുള്ളത് കൃത്യമായിട്ട് പരിശോധിച്ച് ഒരു ഫീഡ്ബാക്ക് എടുക്കും. അപ്പോ ഇങ്ങനെയാണ് ഒരു പൊളിറ്റിക്കൽ സിസ്റ്റം ഇല്ലെങ്കിൽ പബ്ലിക് അഡ്മിനിസ്ട്രേഷനിൽ ഒരു ഓർഗനൈസേഷൻ പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് പറയാം. ഇവിടെ ഞാൻ കാണിച്ചിരിക്കുന്ന പൊളിറ്റിക്കൽ സിസ്റ്റം എന്നാണ് ആഡ് ചെയ്തിരിക്കുന്നത്. പൊളിറ്റിക്കൽ സയൻസിന്റെ പെർസ്പെക്റ്റീവിലുള്ളതാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഡയഗ്രാം. നോർമലി ഇതാണ് ഡയഗ്രാം, അതുകൊണ്ട് ഇത് നമുക്ക് മാറ്റി ചെയ്യാൻ പറ്റത്തില്ലല്ലോ. സോ ഇത് ആഡ് ചെയ്തു. പക്ഷെ അത് ഓർഗനൈസേഷന്റെ പെർസ്പെക്റ്റീവിൽ ഇങ്ങനെയായിരിക്കും വർക്ക് ചെയ്യുന്നത്. ക്ലിയർ ആയോ? ഡേവിഡ് ഈസ്റ്റന്റെ തിയറി ക്ലിയർ ആയോ? ഓക്കെ ആണോ? ക്ലിയർ ആയോ? ഓക്കെ. ഇനി നമുക്ക് ഒരു കാര്യം കൂടെ നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക. ഈ ഡേവിഡ് ഈസ്റ്റന്റെ കാര്യം പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു ബുക്ക് ഉണ്ട്, പൊളിറ്റിക്കൽ സിസ്റ്റം എന്നാണ് അറിയപ്പെടുന്നത്. ആ ബുക്കിന്റെ പേരൊന്ന് പഠിച്ചു വെച്ചേക്കണം കേട്ടോ. 1953 പബ്ലിഷ് ചെയ്തതാണ്. പൊളിറ്റിക്കൽ സിസ്റ്റം എന്നാണ് ബുക്കിന്റെ പേര് കേട്ടോ. പൊളിറ്റിക്കൽ സിസ്റ്റം എന്നാണ് ബുക്കിന്റെ പേര്. ഓക്കെ, അതുകൂടെ ഒന്ന് എഴുതി വെച്ചേക്കുക. അത് നമ്മൾ അടുത്തതിനകത്ത് ഡീറ്റെയിൽ ചെയ്ത് പഠിക്കും. അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടില്ല. പബ്ലിക് അഡ്മിനിസ്ട്രേഷന്റെ പെർസ്പെക്റ്റീവിലും വേണമെങ്കിൽ ആ ബുക്ക് ചോദിക്കാം, അതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രം. ഇനി നമുക്ക് നെക്സ്റ്റ് ഇതിലേക്ക് പോകാം. ഈ ഒരു തിയറിയെ കുറിച്ച് നിങ്ങൾ കൂടുതലൊന്നും പഠിക്കണ്ട. ക്രിസ് അഗ്രീസ് എന്താണ് പറഞ്ഞിരിക്കുന്നത്, അതായത് ഏത് തിയറിയാണ് പറഞ്ഞിരിക്കുന്നത്, അദ്ദേഹത്തിന്റെ ബുക്കിന്റെ പേരുകൾ, ഇതാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിച്ചു കാണുന്നത്. ഇതുവരെ ഉള്ളതിനകത്ത് എല്ലാം ചോദിച്ചിരിക്കുന്നത് ഇവരുടെയൊക്കെ ബുക്കുകളുടെ പേരും തിയറിയുടെ പേരും മാത്രമാണ്. സോ ആ ഒരു പെർസ്പെക്റ്റീവിൽ നിങ്ങൾ പഠിച്ചാൽ മതി. ഞാൻ കുറച്ചുകൂടി വായിക്കാൻ ആഡ് ചെയ്തിട്ടുണ്ട്, എന്നാൽ പഠിക്കുന്നത് ആ ഒരു രീതിയിൽ പഠിച്ചാൽ മതിയാകും. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ക്രിസ് അഗ്രീസിന്റെ ഫ്യൂഷൻ പ്രോസസ് തിയറിയാണ്. അദ്ദേഹത്തിന്റെ പേഴ്സണാലിറ്റി ആൻഡ് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ബുക്കിനകത്താണ് ഇത് ആഡ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. 1953 പബ്ലിഷ് ചെയ്ത പേഴ്സണാലിറ്റി ആൻഡ് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ബുക്കിനകത്താണ് ഈ ഫ്യൂഷൻ പ്രോസസ് തിയറി അദ്ദേഹം അവതരിപ്പിച്ചിരിക്കുന്നത്. ഇനി ഈ ഫ്യൂഷൻ പ്രോസസ് തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിവിജ്വലും ഓർഗനൈസേഷനും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് അദ്ദേഹം ഇതിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഒപ്പീനിയൻ അനുസരിച്ചിട്ട് ഈ തിയറിയെ നമുക്ക് ഇമ്മെച്യൂരിറ്റി ആൻഡ് മെച്യൂരിറ്റി തിയറി എന്നുകൂടി വിളിക്കാം കേട്ടോ. ചിലപ്പോൾ അങ്ങനെയായിരിക്കും നിങ്ങൾക്ക് ചോദിക്കുക. അങ്ങനെ ചോദിച്ചാലും എഴുതേണ്ടത് ഇത് തന്നെയാണെന്ന് ഓർത്ത് വെച്ചേക്കുക. ഇമ്മെച്യൂരിറ്റി ആൻഡ് മെച്യൂരിറ്റി തിയറി കൊണ്ടുവന്നത് ക്രിസ് അഗ്രീസ് ആണ്. അത് ഇത്രയേ ഉള്ളൂ. ഏതൊരു ഓർഗനൈസേഷനും അതിന്റെ ഒരു ഇമ്മെച്വർ സ്റ്റേറ്റിൽ നിന്നും മെച്വർ സ്റ്റേറ്റിലേക്ക് എത്തുവാനുള്ള ഒരു ടെൻഡൻസി കാണിക്കും എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അതായത് എല്ലാ ഓർഗനൈസേഷനിലും അതിലുള്ള വർക്കേഴ്സ് അല്ലെങ്കിൽ അതിലുള്ള ആളുകള് ഒരു ഇമ്മെച്വർ സ്റ്റേറ്റിൽ നിന്നും ഒരു മെച്വർ വണ്ണിലേക്ക് എത്തിച്ചേരും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ നമുക്കിപ്പോ ഒരു കോളേജ് ആണെന്ന് വിചാരിക്കുക. ഇപ്പം അങ്ങനെ നമുക്ക് പറയുവാണെങ്കിൽ കൂടുതലായിട്ട് പറയാൻ പറ്റും. ഒരു കോളേജ് ആണെന്ന് വിചാരിക്കുക. ആ കോളേജിൽ നമുക്ക് ഫാക്കൽറ്റീസ് ഉണ്ടല്ലോ. ഈ ഫാക്കൽറ്റീസ് ആദ്യമായിട്ട് കയറുന്നത് പ്രൊഫസേഴ്സ് ആയിട്ടാണോ? ആദ്യമായിട്ട് ജോയിൻ ചെയ്യുന്ന പ്രൊഫസേഴ്സ് ആയിട്ടാണോ? മീൻസ് പ്രൊഫസർ എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണോ ഇവർ ജോയിൻ ചെയ്യുക? ആദ്യമായിട്ട് ഒരു ടീച്ചർ എൻറോൾ ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? പ്രൊഫസർ ആയിട്ടാണോ? അസിസ്റ്റന്റ് പ്രൊഫസർ ആയിട്ടാണ് അല്ലേ? അതായത് ഏറ്റവും ലോവസ്റ്റ് ലെവലിലേക്കാണ് അല്ലേ എത്തുന്നത്. അസിസ്റ്റന്റ് പ്രൊഫസർ ആയിട്ട് ജോയിൻ ചെയ്യുന്നു. അതിനുശേഷം ആളുടെ എക്സ്പീരിയൻസിനനുസരിച്ചിട്ട്, അദ്ദേഹം നടത്തുന്ന പബ്ലിക്കേഷൻസിനനുസരിച്ചിട്ട്, അദ്ദേഹത്തിന്റെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചിട്ടൊക്കെ
എന്ത് ചെയ്യും, അടുത്ത സ്റ്റേജിലേക്ക് കടക്കും. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്യും, അസോസിയേറ്റ് പ്രൊഫസർ ആയിട്ട് മാറും. ദെൻ ഈ അസോസിയേറ്റ് പ്രൊഫസറിൽ നിന്നാണ് എന്തിലേക്ക് മാറുന്നത്, പ്രൊഫസർ ആയിട്ട് മാറുന്നത്. അപ്പോൾ ഓരോ സ്റ്റേജിൽ നിന്നും മറ്റൊരു സ്റ്റേജിലേക്ക് എത്തിച്ചേരും എന്നല്ലേ പറയുന്നത്. ഇതുപോലെ തന്നെയാണ് ഒരു ഓർഗനൈസേഷനിലുള്ള വ്യക്തി ഒരു ഇമ്മെച്വർ സ്റ്റേറ്റിൽ നിന്നും മെച്വർ സ്റ്റേറ്റിലേക്ക് വളരും എന്നാണ് ക്രിസ് അഗ്രിസ് പറയുന്നത്. അതിനെ സൂചിപ്പിക്കാനാണ് അദ്ദേഹം ഇൻമെച്യൂരിറ്റി മെച്യൂരിറ്റി തിയറി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? മെച്യൂരിറ്റി ഇമ്മെച്യൂരിറ്റി മനസ്സിലായോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്താണ് ഫ്യൂഷൻ പ്രോസസ് തിയറി എന്നുകൂടി നോക്കാം. ക്രിസ് അഗ്രിസും E.W. ബേക്കും ചേർന്നിട്ടാണ് ഈ തിയറി ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഈ തിയറി അനുസരിച്ച് പറയുന്നത് ഒരു ഓർഗനൈസേഷനും അതേസമയം തന്നെ ഇൻഡിവിജ്വലും സെൽഫ് റിയലൈസേഷന് വേണ്ടിയിട്ടാണ് നിലകൊള്ളുന്നത്. അതായത് ഒരേ സമയം നമ്മളും അങ്ങനെ തന്നെയല്ലേ, നമ്മളിപ്പോ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ടീച്ചറായിട്ട് ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് സാലറി എന്നുള്ളൊരു കാര്യം നമ്മൾ പ്രതീക്ഷിച്ചിട്ടാണ് അവിടെ ജോയിൻ ചെയ്യുന്നത്. നമ്മൾ അവിടെ ഇപ്പൊ അതൊരു CBSE സ്കൂളാണ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ ടീച്ചറായിട്ട് ജോയിൻ ചെയ്യുമ്പോൾ നമ്മൾ അവിടുത്തെ സാലറി പ്രതീക്ഷിക്കുന്നു. മാനേജ്മെന്റ് എന്ത് പ്രതീക്ഷിക്കുന്നു, നമ്മളെ കൊണ്ട് കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുന്നു. അപ്പൊ നമ്മൾ കൃത്യമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ അവർ നമുക്ക് സാലറി തരും. നമ്മുടെ സാലറിക്ക് അനുസരിച്ചിട്ട് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ മാനേജ്മെന്റിനും സന്തോഷമാവും അല്ലെ. അപ്പൊ ഓർഗനൈസേഷനും ഇൻഡിവിജ്വലിനും ഒരേ സമയം സെൽഫ് റിയലൈസേഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ ഒരു തിയറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇൻഡിവിജ്വൽ എപ്പോഴും ഓർഗനൈസേഷനെ എന്ത് ചെയ്യും, തങ്ങളുടെ ഗോള് നടപ്പിലാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കും. നേരെ മറിച്ച് മാനേജ്മെന്റ് എന്ത് ചെയ്യും, ഇല്ലെങ്കിൽ ഓർഗനൈസേഷൻ എന്ത് ചെയ്യും, ഇൻഡിവിജ്വലിനെ ഓർഗനൈസേഷന്റെ ഗോള് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കും. അങ്ങനെയുള്ള ഈ സൈമിൾട്ടേനിയസ് ആയിട്ടുള്ള ഓപ്പറേഷൻസിനെ നമ്മൾ പറയുന്ന പേരാണ് ഫ്യൂഷൻ പ്രോസസ്. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഒരു കാര്യം കൂടി ഓർത്ത് വെച്ചേക്കുക, ഇൻഡിവിജ്വല് ഓർഗനൈസേഷനെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ അതിനെ പേഴ്സണലൈസിങ് പ്രോസസ് എന്നും, ഓർഗനൈസേഷൻ ഇൻഡിവിജ്വലിനെ ഗോൾ അച്ചീവ് ചെയ്യാൻ ഉപയോഗിക്കുമ്പോൾ അത് സോഷ്യലൈസിങ് പ്രോസസ് എന്നും അറിയപ്പെടുന്നു. ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഫ്യൂഷൻ പ്രോസസ് തിയറി, മെച്യൂരിറ്റി തിയറി ക്ലിയർ ആയോ? രണ്ടും മനസ്സിലായോ? ഇത് ഇത്രയും ഡീറ്റെയിൽ ചെയ്ത് പൊതുവെ ചോദിക്കാറില്ല. ഇൻ കേസ് ചോദിച്ചാലോ എന്ന് കരുതി ആഡ് ചെയ്തതാണ് കേട്ടോ. പക്ഷെ ഇത് പഠിച്ചു വെക്കുക. ക്രിസ് അഗ്രിസിന്റെ ബുക്ക് മാച്ച് ദ ഫോളോയിങ്ങിൽ ചോദിച്ചിട്ടുണ്ട്. ഒന്ന് പേഴ്സണാലിറ്റി ആൻഡ് ഓർഗനൈസേഷൻ, വർഷമൊന്നും പഠിക്കണ്ട കേട്ടോ. പേഴ്സണാലിറ്റി ആൻഡ് ഓർഗനൈസേഷൻ, ദെൻ ഓർഗനൈസേഷൻ ആൻഡ് ഇന്നവേഷൻ. ഇനി നമ്മുടെ കേരള PSC ഒക്കെ അല്ലേ എപ്പോഴാ വർഷമൊക്കെ ചോദിച്ചു തുടങ്ങുന്നത് നമുക്ക് അറിയത്തില്ല. ഇതുവരെയും വർഷങ്ങളൊന്നും ചോദിച്ചിട്ടില്ല. സോ വർഷം കൂടെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് നോക്കേണ്ടവർക്ക് നോക്കാം, അല്ലെങ്കിൽ ബുക്കിന്റെ പേരും ഓഥറിന്റെ പേരും പഠിച്ചു വെക്കുക. പേഴ്സണാലിറ്റി ആൻഡ് ഓർഗനൈസേഷൻ, അതുപോലെ തന്നെ ഓർഗനൈസേഷൻ ആൻഡ് ഇന്നവേഷൻ. ക്ലിയർ ആയോ? ക്രിസ് അഗ്രിസിന്റെ തിയറി ക്ലിയർ ആയോ? ഓക്കെ ആണോ? നെക്സ്റ്റ് പറയട്ടെ. നെക്സ്റ്റ് തിയറിയിലോട്ട് പോകട്ടെ. ഓക്കെ, നെക്സ്റ്റ് തിയറി റെൻസിസ് ലിക്കേർട്ടിന്റെ മാനേജ്മെന്റ് സിസ്റ്റം തിയറിയാണ്. ഇതും നിങ്ങൾ പേര് പഠിച്ചു വെക്കുക. മിക്കവാറും നിങ്ങളോട് ചോദിക്കാം മാനേജീരിയൽ എഫിഷ്യൻസി എന്ന് പറയുന്ന കോൺസെപ്റ്റ് കൊണ്ടുവന്നത് ആരാണെന്ന് ചോദിക്കാം. അത് റെൻസിസ് ലിക്കേർട്ട് ആണ്. അതുപോലെ തന്നെ അദ്ദേഹം ഒരു 4 ടൈപ്പ് മാനേജ്മെന്റ് താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണെന്ന് ചൂസ് ചെയ്യാൻ പറയാറുണ്ട്. ഏതൊക്കെയാണെന്നുള്ളതോ എന്ന് വെച്ചാൽ 4 ഓപ്ഷൻസിൽ ഏതെങ്കിലും ഒരെണ്ണം തെറ്റിച്ചു കൊടുത്തിട്ട് താഴെ പറയുന്നവയിൽ ഏതാണ് കറക്റ്റ് ഓപ്ഷൻ എന്നുള്ള രീതിയിലും ചോദിക്കാറുണ്ട്. അപ്പൊ ഇത് പഠിച്ചു വെക്കണം. റെൻസിസ് ലിക്കേർട്ടിന്റെ മാനേജ്മെന്റ് സിസ്റ്റം. അദ്ദേഹം പറയുന്നത് ഒരു ഓർഗനൈസേഷന്റെ എഫിഷ്യൻസി കൂട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ മാനേജീരിയൽ എഫിഷ്യൻസി എന്ന് പറയുന്ന അല്ലെങ്കിൽ ഈ 4 മാനേജ്മെന്റ് സിസ്റ്റംസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. 4 തരത്തിലുള്ള മാനേജ്മെന്റ് സിസ്റ്റത്തെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. ഒന്നാമത്തേത് എക്സ്പ്ലോയിറ്റേറ്റീവ് അതോറിറ്റേറ്റീവ്, രണ്ടാമത്തേത് ബെനവലന്റ് അതോറിറ്റേറ്റീവ്, മൂന്നാമത്തേത് കൺസൾട്ടേറ്റീവ്, നാലാമത്തേത് പാർട്ടിസിപ്പേറ്റീവ് ഗ്രൂപ്പ്. ക്ലിയർ ആയോ? ഇത്രയും പറഞ്ഞത് ക്ലിയർ ആയോ? എന്നെ ഡീറ്റെയിൽ ചെയ്ത് പറയാം.
ഒന്നാമത്തേത് എക്സ്പ്ലോയിറ്റേറ്റീവ് അതോറിറ്റേറ്റീവ് ആണ്, രണ്ടാമത്തേത് ബെനവലന്റ് അതോറിറ്റേറ്റീവ് ആണ്, മൂന്നാമത്തേത് കൺസൾട്ടേറ്റീവ് ആണ്, നാലാമത്തേത് പാർട്ടിസിപ്പന്റ് ഗ്രൂപ്പ് ആണ്. ക്ലിയർ ആയോ? ഓക്കെ ആണോ? നിങ്ങൾ ചാറ്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യണേ, ഓക്കെ ആണോ എന്ന്. നെക്സ്റ്റ് പോർഷനിലേക്ക് പോകാമല്ലോ. ഒന്നുകൂടി പറയണോ? ഇപ്പോൾ ബ്രേക്ക് ഉണ്ടോ? ഇപ്പോൾ ബ്രേക്ക് ഉണ്ടോ? ഓക്കെ ആണോ? ഓക്കെ. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽ ചെയ്തിട്ട് പറയാം. സ്ക്രീൻ കാണാലോ അല്ലെ? 4 സിസ്റ്റംസ് ഓഫ് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് ലിക്വേർഡ് കാണാലോ അല്ലെ? ഓക്കെ. ആദ്യമായിട്ട് നമ്മൾ എന്താ പറഞ്ഞത്? എക്സ്പ്ലോയിറ്റേറ്റീവ് അതോറിറ്റേറ്റീവ് എന്നുള്ള ഒരു മാനേജ്മെന്റ് സിസ്റ്റം ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓർഗനൈസേഷനിൽ ഒരു ലീഡർ ഉണ്ടാകും. ആ ലീഡർ എടുക്കുന്ന ഡിസിഷൻസ് ഒക്കെ നിർബന്ധിച്ച് ഇല്ലെങ്കിൽ ഫിയർ കൊണ്ട് എംപ്ലോയീസ് അനുസരിക്കുന്നു എന്നുള്ളതാണ്. അതായത് നമ്മളിപ്പം പേടിച്ച് അനുസരിക്കുക ഇല്ലെങ്കിൽ പേടി കൊണ്ട് ഫോളോ ചെയ്യുക എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ? അദ്ദേഹത്തെ പേടിയാണ്, ഇല്ലെങ്കിൽ അദ്ദേഹം പിരിച്ചുവിടുമോ എന്നുള്ള ഭയം ഉള്ളിൽ ഉണ്ടാവാം. എന്തൊരു ടൈപ്പ് ഓഫ് ഫിയർ ആണെങ്കിലും എംപ്ലോയി ഇല്ലെങ്കിൽ ഈ സബോർഡിനേറ്റ് ലീഡറിനെ ലീഡർ സബോർഡിനേറ്റിനെ നിർബന്ധിച്ച് അനുസരിപ്പിക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? എക്സ്പ്ലോയിറ്റേറ്റീവ് അതോറിറ്റേറ്റീവ്. പേരിൽ തന്നെ ഉണ്ട്. എക്സ്പ്ലോയിറ്റ് ചെയ്യാന്ന് വെച്ചാൽ എന്താ? സബോർഡിനേറ്റിനെ ഫോഴ്സ് ചെയ്യുക, അല്ലെങ്കിൽ അതോറിറ്റി കാണിക്കുക എന്ന് വെച്ചാലും അത് തന്നെയല്ലേ മീനിങ് വരുന്നത്. കൺട്രോളിങ് അതേഴ്സ് അല്ലേ അതോറിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എബിലിറ്റി ടു കൺട്രോൾ അതേഴ്സ് ആണല്ലോ അതോറിറ്റി എന്ന് പറയുന്നത്. അൺലെജിറ്റിമേറ്റ് ആയിരിക്കും അല്ലേ? സോ എക്സ്പ്ലോയിറ്റേറ്റീവ് അതോറിറ്റേറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലീഡർ ഫോഴ്സ്ഫുള്ളി സബോർഡിനേറ്റ്സിനെ കൊണ്ട് ഓരോ ഡിസിഷൻസ് അനുസരിപ്പിക്കുന്നതിനെയാണ് എക്സ്പ്ലോയിറ്റേറ്റീവ് അതോറിറ്റേറ്റീവ് എന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ ക്ലിയർ ആയോ? ഫസ്റ്റ് പോയിന്റ് ക്ലിയർ ആയോ? രണ്ടാമത്തേത് ബെനവലന്റ് അതോറിറ്റേറ്റീവ് ആണ്. ബെനവലന്റ് അതോറിറ്റേറ്റീവ് എന്ന് പറഞ്ഞാലും ഇവിടെയും ഡിസിഷൻ മേക്കിംഗ് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യുന്ന ലീഡർ ആയിരിക്കും. പക്ഷേ ആ ഡിസിഷൻ അനുസരിക്കുന്നതിന് വേണ്ടിയിട്ട് ചിലപ്പോൾ അവർക്ക് റിവാർഡ്സ് ഓഫർ ചെയ്യും, ഇല്ലെങ്കിൽ എന്താ എന്തെങ്കിലും ഇക്കണോമിക്കലി അത് കൂട്ടിക്കൊടുക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് റിവാർഡ്സ് ഓഫർ ചെയ്തുകൊണ്ട് സബോർഡിനേറ്റ്സിനെ അനുസരിപ്പിക്കുന്ന രീതിയാണ് ബെനവലന്റ് അതോറിറ്റേറ്റീവ് എന്ന് പറയുന്നത്. ഇവിടുത്തെ പ്രത്യേകത രണ്ടും ഏകദേശം സെയിം ആണ്. പക്ഷെ ആദ്യത്തേത് ഫിയർ കൊണ്ടാണ്. ഇവിടെ എന്തെങ്കിലുമൊക്കെ റിവാർഡ് കിട്ടും എന്ന പ്രതീക്ഷയിലായിരിക്കും സബോർഡിനേറ്റ്സ് ഈ പറയുന്ന ലീഡറിനെ അനുസരിക്കുന്നത്. ക്ലിയർ ആയോ? ബെനവലന്റ് അതോറിറ്റേറ്റീവ് ക്ലിയർ ആയോ? മൂന്നാമത്തേതിലേക്ക് പോകട്ടെ. ഓക്കെ, മൂന്നാമത്തേത് കൺസൾട്ടേറ്റീവ് ആണ്. കൺസൾട്ടേറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സബോർഡിനേറ്റ്സിന്റെ അഭിപ്രായങ്ങളെയും കൂടെ ആര് മാനിക്കും? ലീഡർ മാനിക്കും. അതായത് ഓർഗനൈസേഷൻ ഗോൾസ് അക്വയർ ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് സബോർഡിനേറ്റ്സിന്റെ ഒപ്പീനിയനൂടെ അവര് സ്വീകരിക്കും. എന്നാൽ അത് അതേപടി അക്കംപ്ലിഷ് ചെയ്യത്തൊന്നുമില്ല, ഇല്ലെങ്കിൽ ഓർഗനൈസേഷൻ അതേപടി സ്വീകരിക്കത്തൊന്നുമില്ല. പക്ഷെ എന്നാലും അവരെയും ഇടപെടുത്തുന്നുണ്ട് എന്നൊരു സാഹചര്യം അവിടെ സൃഷ്ടിക്കുന്നുണ്ടാവും. വർക്കേഴ്സിനെയും കൂടെ ഇടപെടുത്തിക്കൊണ്ടാണ് കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നതെന്നൊരു തോന്നൽ വർക്കേഴ്സിനുണ്ടാകും. പക്ഷെ കാര്യങ്ങളെല്ലാം അപ്പോഴും ആരുടെ കയ്യിലാണ്? ലീഡേഴ്സിന്റെ കയ്യിൽ തന്നെയാണ്. ഫുള്ളായിട്ട് വർക്കേഴ്സ് പറയുന്നൊന്നും സ്വീകരിക്കില്ല. എന്നാൽ അവിടെ ഇവിടെയൊക്കെ കുറച്ചൊക്കെ ഇൻകോർപ്പറേറ്റ് ചെയ്യുകയും ചെയ്യും. വർക്കേഴ്സിന്റെ ഐഡിയാസ് ഇൻകോർപ്പറേറ്റ് ചെയ്യുകയും ചെയ്യും. കംപ്ലീറ്റ് ആയിട്ട് വർക്കേഴ്സിനെ ഇടപെടുത്തുകയില്ല. ആ ഒരു മെത്തേഡാണ് കൺസൾട്ടേറ്റീവ്. നമ്മൾ എന്ത് ചെയ്യുക? കൺസൾട്ടേഷൻ കൊടുക്കുവാണ് അല്ലെ? കംപ്ലീറ്റ് ആയിട്ട് അതോറിറ്റി കൊടുക്കുവല്ല, ജസ്റ്റ് കൺസൾട്ട് ചെയ്യാണ്, അവരുടെ ഒരു ഒപ്പീനിയൻ ചോദിക്കുകയാണ്. ആ ഒരു രീതിയിൽ എക്സിസ്റ്റ് ചെയ്യുന്ന സിസ്റ്റമാണ് കൺസൾട്ടേറ്റീവ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി നാലാമതായിട്ട് ഒരു സിസ്റ്റം കൂടി ഉണ്ട്, അതാണ് പാർട്ടിസിപ്പേറ്റീവ് സിസ്റ്റം എന്ന് പറയുന്നത്. ഈ പാർട്ടിസിപ്പേറ്റീവ് സിസ്റ്റം ആണ് ലീഡർ എന്ത് ചെയ്യും? സബോർഡിനേറ്റ്സിനെ ഓർഗനൈസേഷന്റെ എല്ലാ പ്രോബ്ലംസിനകത്തും ഇടപെടുത്തും, എല്ലാ റെസ്പോൺസിബിലിറ്റിക്കകത്തും ഇടപെടുത്തും, എല്ലാ വർക്കിനകത്തും ഇൻവോൾവ് ചെയ്യിപ്പിക്കും. അങ്ങനെ ഓർഗനൈസേഷന്റെ ഗോള് കംപ്ലീറ്റ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ അച്ചീവ് ചെയ്യുന്നതിന് ഈ വർക്കേഴ്സിനെ കംപ്ലീറ്റ് ആയിട്ട് ഇടപെടുത്തുന്ന രീതിയാണ് പാർട്ടിസിപ്പേറ്റീവ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ഈ പാർട്ടിസിപ്പേറ്റീവ് മാനേജ്മെന്റ് സിസ്റ്റം ആണ് ബെസ്റ്റ് മാനേജ്മെന്റ് സിസ്റ്റം ആയിട്ട് റെൻസിസ് ലിക്കേർട്ട് പറയുന്നത്. ക്ലിയർ ആയോ?
അപ്പോൾ പാർട്ടിസിപ്പേറ്റീവ് മാനേജ്മെന്റ് സിസ്റ്റം ആണ് ബെസ്റ്റ് മാനേജ്മെന്റ് സിസ്റ്റം ആയിട്ട് റെൻസിസ് ലിക്കേർട്ട് അവതരിപ്പിച്ചിരിക്കുന്നത്. ഓക്കെ ആണോ? 4 സിസ്റ്റംസും ക്ലിയർ ആയോ? 4 സിസ്റ്റംസും ഓക്കെ ആയോ? ക്ലാരിറ്റി വന്നോ? എന്തെങ്കിലും ഒന്നുകൂടി പറയേണ്ടതുണ്ടോ? ഓക്കെ ആണ്. ഓക്കെ, ഇനി അദ്ദേഹത്തിന്റെ ബുക്കുകളുടെ പേര് പഠിക്കാം. ഒന്നാമത്തേത് ന്യൂ പാറ്റേൺസ് ഓഫ് മാനേജ്മെന്റ്, ഇത് ചോദിച്ചിട്ടുണ്ട്. ദ ഹ്യൂമൻ ഓർഗനൈസേഷൻ, ഇതും പ്രീവിയസ് ഇയറിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ന്യൂ വേസ് ഓഫ് മാനേജിങ് കോൺഫ്ലിക്റ്റ്, ഇത് 3 എണ്ണമാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ബുക്കുകളായിട്ട് പറയുന്നത്. ന്യൂ പാറ്റേൺസ് ഓഫ് മാനേജ്മെന്റ്, ഹ്യൂമൻ ഓർഗനൈസേഷൻ, ന്യൂ വേസ് ഓഫ് മാനേജിങ് കോൺഫ്ലിക്റ്റ്. ഓക്കെ ആണോ? നമുക്ക് അടുത്ത തിയറിയിലേക്ക് പോകാം. ഞാൻ കുറച്ച് സ്പീഡ് കൂട്ടിയാൽ ഇന്നുകൊണ്ട് നമുക്ക് ഈ യൂണിറ്റ് തീർക്കായിരുന്നു. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ട് പറയാം കേട്ടോ. നെക്സ്റ്റ് ഹെർബർട്ട് സൈമന്റെ ഡിസിഷൻ മേക്കിംഗ് തിയറി ആണ്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്നും ചോദിച്ചു കാണാറുണ്ട്. ഈവൻ കോട്സുകളൊക്കെ ഇല്ല, ഈ കോട്സ് ഒക്കെ ചോദിക്കുന്ന ഹെർബർട്ട് സൈമന്റെ ഒക്കെ കോട്സുകളാണ് ചോദിക്കുന്നത്. അത്രമാത്രം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പബ്ലിക് അഡ്മിനിസ്ട്രേറ്റീവ് തിങ്കർ ആണ് ഹെർബർട്ട് സൈമൺ. സോ നമുക്ക് അടുത്ത തിയറിയിലേക്ക് പോകാം. ഓക്കെ ആണല്ലോ? ഓക്കെ, ഡിസിഷൻ മേക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ധാരാളം ഓൾട്ടർനേറ്റീവ്സ് അല്ലെങ്കിൽ ധാരാളം ഓപ്ഷൻസ് ഉണ്ടാകും. ആ ഓപ്ഷനിൽ നിന്ന് ബെസ്റ്റ് വൺ ഏതാണോ അത് ചൂസ് ചെയ്യുക, അതാണ് ഡിസിഷൻ മേക്കിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ തന്നെയല്ലേ, നിങ്ങളിപ്പോ ഒരു കടയിൽ ചെല്ലുന്നു, ഒരു ഡ്രസ്സ് എടുക്കാൻ കടയിൽ ചെല്ലുന്നു, നിങ്ങൾക്ക് ഒരു 5 or 6 ഡ്രസ്സുകൾ ഇഷ്ടപ്പെടുന്നു. അതിൽ നിന്നും ബെസ്റ്റ് ഏതാണെന്ന് നിങ്ങൾ ഒന്നുകൂടി ഇരുന്ന് ആലോചിച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാണോ അത് ചൂസ് ചെയ്യുന്നു. അതായത് വേരിയസ് ഓൾട്ടർനേറ്റീവ്സിൽ നിന്നും നല്ല ഒരു ഓൾട്ടർനേറ്റീവ് ചൂസ് ചെയ്യുന്നു അല്ലേ? അതേ തിയറിയാണ് ഹെർബർട്ട് സൈമൺ ഇവിടെ ഡിസിഷൻ മേക്കിംഗ് തിയറി ആയിട്ടും അവതരിപ്പിച്ചിരിക്കുന്നത്. ഒരു ഓർഗനൈസേഷനിൽ എക്സിസ്റ്റ് ചെയ്യുന്ന വേരിയസ് ഓൾട്ടർനേറ്റീവ്സിൽ നിന്നും ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് ചൂസ് ചെയ്യുക എന്നുള്ളതാണ് ഡിസിഷൻ മേക്കിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഡിസിഷൻ മേക്കിംഗ് തിയറി എന്താണെന്ന് ക്ലിയർ ആയോ? നമുക്ക് അതിന്റെ ബാക്കിയുള്ള ഇതിലേക്ക് പോകാം. ഇനി ഈ ഹെർബർട്ട് സൈമൺ ആണ് ആദ്യത്തെ ഡിസിഷൻ തിയറിസ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ആൻഡ് അദ്ദേഹത്തിന്റെ ഈ ഒരു കോട്ട് ഓർത്ത് വെച്ചേക്കുക, ദ ഒപ്റ്റിമം റാഷണൽ ചോയ്സ് ബിറ്റ്വീൻ ഓൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ. ലഭ്യമാകാവുന്ന എല്ലാ ഓൾട്ടർനേറ്റീവ്സിൽ നിന്നും ഒപ്റ്റിമം ആയിട്ട് അല്ലെങ്കിൽ റാഷണൽ ആയിട്ട് ഒരു ചോയ്സ് ചൂസ് ചെയ്യുക എന്നുള്ളതാണ് ഡിസിഷൻ മേക്കിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് ചോദിക്കും കേട്ടോ, ഇത് ചോദിക്കും. ദ ഒപ്റ്റിമം റാഷണൽ ചോയ്സ് ബിറ്റ്വീൻ ഓൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ. ഇമ്പോർട്ടന്റ് ആണ് ഈ കോട്ടേഷൻ, ഈ കോട്ട് പഠിച്ചു വെച്ചേക്കുക കേട്ടോ. അപ്പോൾ ഹെർബർട്ട് സൈമൺ പറയുന്നത് എന്താണ്? ഡിസിഷൻ മേക്കിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദ ഒപ്റ്റിമം റാഷണൽ ചോയ്സ് ബിറ്റ്വീൻ ഓൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ എന്നുള്ളതാണ്. ആൻഡ് അദ്ദേഹത്തിന്റെ ഡിസിഷൻ മേക്കിംഗ് അപ്രോച്ചിൽ അദ്ദേഹം 2-3 തരത്തിലുള്ള ആക്ടിവിറ്റീസിനെ കുറിച്ച് പറയുന്നുണ്ട്. മെയിനായിട്ടും 3 ടൈപ്പ് ഓഫ് ആക്ടിവിറ്റീസിനെ കുറിച്ച് പറയുന്നുണ്ട്. ഒന്നാമത്തേത് ഇന്റലിജൻസ് ആക്ടിവിറ്റി ആണ്. അതായത് ഒരു ഓർഗനൈസേഷനിൽ എക്സിസ്റ്റ് ചെയ്യുന്ന പ്രോബ്ലംസിനെ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു ഓർഗനൈസേഷനിൽ എന്തൊക്കെ പ്രോബ്ലംസ് ആണ് നിലനിൽക്കുന്നത്, ഏതിനൊക്കെയാണ് സൊല്യൂഷൻസ് കണ്ടെത്തേണ്ടത് എന്ന് ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്തിട്ട് മനസ്സിലാക്കിയെടുക്കുക. അതാണ് ഇന്റലിജൻസ് ആക്ടിവിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തേത് ഡിസൈൻ ആക്ടിവിറ്റി ആണ്. അതായത് ആ പ്രോബ്ലംസിന് എന്തൊക്കെ സൊല്യൂഷൻസ് കണ്ടെത്താൻ പറ്റും, ഓൾട്ടർനേറ്റീവ് ഓപ്ഷൻസ് ചൂസ് ചെയ്യുക. മൂന്നാമതായിട്ട് പറയുന്നത് ചോയ്സ് ആക്ടിവിറ്റി ആണ്. അതായത് ഫൈനൽ ഡിസിഷൻ ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. സോ ഇന്റലിജൻസ് ആക്ടിവിറ്റി, ഡിസൈൻ ആക്ടിവിറ്റി, ചോയ്സ് ആക്ടിവിറ്റി, ഇങ്ങനെ 3 ആക്ടിവിറ്റീസിനെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. അതിന്റെ ഒരു ഡയഗ്രാം ആണ് ഞാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് ഡീറ്റെയിൽ ചെയ്ത് പറഞ്ഞിരിക്കുന്നതേ ഉള്ളൂ, അത് ജസ്റ്റ് വായിച്ചിട്ടാൽ മതി കേട്ടോ. ക്ലിയർ ആയോ? ഇത്രയും ക്ലിയർ ആയോ? ഡിസിഷൻ മേക്കിംഗ് തിയറി മനസ്സിലായോ? ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന്റെ മറ്റൊരു തിയറിയിലേക്ക് പോകാം. ക്ലിയർ ആയോ? ഓക്കെ, ഇനി അദ്ദേഹം പറയുന്നത് ഇതും ഡീറ്റെയിൽ ആയിട്ടൊന്നും ചോദിക്കത്തില്ല.
ഈ ബൗണ്ടഡ് റാഷണാലിറ്റി മോഡൽ അവതരിപ്പിച്ച പബ്ലിക് അഡ്മിനിസ്ട്രേറ്റീവ് തിങ്കർ ആരാണ് എന്ന് മാത്രമേ നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കത്തുള്ളൂ. അത് ഹെർബർട്ട് സൈമൺ ആണെന്ന് പഠിച്ചു വെക്കുക കേട്ടോ. ഡിസിഷൻ മേക്കിംഗ് തിയറി ഡീറ്റെയിൽ ചെയ്ത് പഠിക്കുക. ഇത് ഇത്രേ ചോദിക്കത്തുള്ളൂ. ബൗണ്ടഡ് റാഷണാലിറ്റി മോഡൽ എന്ന തിയറി അവതരിപ്പിച്ച പബ്ലിക് അഡ്മിനിസ്ട്രേറ്റീവ് തിങ്കർ ആരാണ് എന്ന് ചോദിച്ചാൽ അത് ഹെർബർട്ട് സൈമൺ ആണ്. ആൻഡ് ഇത് രണ്ടും നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു വിട്ടേക്കുക പഠിക്കുന്ന സമയത്ത് കേട്ടോ. പഠിക്കണം എന്ന് ഞാൻ പറയുന്നില്ല, ജസ്റ്റ് ഒന്ന് വായിച്ചു വിട്ടേക്ക്. ഇത് മാത്രം പഠിച്ചു വെക്കുക. ബൗണ്ടഡ് റാഷണാലിറ്റി മോഡൽ ആണ് ഹെർബർട്ട് സൈമൺ അവതരിപ്പിച്ചിരിക്കുന്നതെന്ന് ഓർത്തു വെച്ചേക്ക്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണല്ലോ അല്ലെ? അദ്ദേഹം ഒരു 6 തരത്തിലുള്ള പേഴ്സണാലിറ്റിയെ കുറിച്ച്, റാഷണൽ മോഡലുകളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ ഒന്ന് ജസ്റ്റ് വായിച്ചു വിട്ടാൽ മതി. ഇനിയാണ് വളരെ ഇമ്പോർട്ടന്റ്, നമ്മൾ ഇത് കഴിഞ്ഞ ദിവസം കണ്ടിരുന്നത് അല്ലെ, ബുക്കുകളുടെ പേര്. ഹെർബർട്ട് സൈമണിന്റെ ബുക്കുകളുടെ പേര്: അഡ്മിനിസ്ട്രേറ്റീവ് ബിഹേവിയർ, ഓർഗനൈസേഷൻസ്, മോഡൽസ് ഓഫ് മാൻ, ഹ്യൂമൻ പ്രോബ്ലം സോൾവിങ്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെച്ചോണം. സാധാരണ രീതിയിൽ ഹെർബർട്ട് സൈമണിന്റെ ബുക്ക് ചോദിക്കാറുണ്ട്. ഈ ബുക്കുകളുടെ പേര് പഠിച്ചു വെക്കുക. മാച്ച് ദ ഫോളോയിങ് ഒക്കെ ആയിട്ട് ചോദിക്കാറുണ്ട്. അപ്പൊ ഹെർബർട്ട് സൈമണിനെ ക്ലിയർ ആയോ? ഒന്നുകൂടി പറയണോ? ഹെർബർട്ട് സൈമൺ ഓക്കെ ആയോ? നിങ്ങൾക്ക് ഇനി എന്തെങ്കിലുമൊക്കെ ഡൗട്ട് വന്നു കഴിഞ്ഞാൽ വീണ്ടും റെക്കോർഡിംഗ് പോയി കേട്ടാൽ മതി കേട്ടോ. നോട്ട് എടുത്ത് വെച്ചിരുന്ന് റെക്കോർഡിംഗ് പോയി കേട്ടാൽ മതി കേട്ടോ. അപ്പൊ ക്ലിയർ ആയിക്കൊള്ളുവേ. ഇതിപ്പോ ഓക്കെ ആയോ? ഡിസിഷൻ മേക്കിംഗ് അപ്രോച്ച് ക്ലിയർ ആയോ? ഓക്കെ, എനിക്കിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ ഡിസ്കസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, അതുകൊണ്ടാണ് കുറച്ച് സ്പീഡിൽ പോകുന്നത്. നെക്സ്റ്റ് പറയുന്നത്, ഇതും നിങ്ങൾ ഡീറ്റെയിൽ ചെയ്ത് പഠിക്കേണ്ട, ആളുടെ പേര് മാത്രം പഠിച്ചാൽ മതി. ഇൻക്രിമെന്റൽ മോഡൽ അവതരിപ്പിച്ചത് ചാൾസ് ഇ ലിൻബ്ലൂം ആണെന്ന് മാത്രം പഠിച്ചു വെച്ചാൽ മതി. പിന്നെ അദ്ദേഹത്തിന്റെ ബുക്ക് ദ സയൻസ് ഓഫ് മഡ്ലിംഗ് ദോ, ഇതുകൂടെ പഠിച്ചു വെച്ചേക്കുക. ക്ലിയർ ആയല്ലോ? ഇൻക്രിമെന്റൽ മോഡൽ അവതരിപ്പിച്ചത് ചാൾസ് ഇ ലിൻബ്ലൂം ആണ്. അദ്ദേഹത്തിന്റെ ബുക്കിന്റെ പേര് ദ സയൻസ് ഓഫ് മഡ്ലിംഗ് ദോ. ഇത് മാത്രമേ ചോദിക്കത്തുള്ളൂ. ഇതിന്റെ ഡീറ്റെയിലും കാര്യങ്ങളും ഒന്നും ചോദിക്കത്തില്ല കേട്ടോ. എന്താണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഒന്നും ചോദിക്കത്തില്ല. പിന്നെ വേണമെങ്കിൽ ഒരു കാര്യം കൂടി ഓർത്തു വെച്ചേക്ക്, ഹെർബർട്ട് സൈമണിന്റെ ബൗണ്ടഡ് റാഷണാലിറ്റി മോഡലിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ ഒരു തിയറി അവതരിപ്പിച്ചിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. അതൊന്നും ഇതുവരെയും ചോദിച്ചു കണ്ടിട്ടില്ല, അതുകൊണ്ട് ചോദിക്കുമെന്ന് അറിയത്തുമില്ല. എന്നിരുന്നാലും ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക, ഇൻക്രിമെന്റൽ മോഡൽ ബൗണ്ടഡ് റാഷണാലിറ്റി മോഡലിന് ഓപ്പോസിറ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു തിയറി ആണെന്ന് മാത്രം ഓർത്ത് വെക്കുക. ഇൻക്രിമെന്റൽ മോഡൽ അവതരിപ്പിച്ചത് ചാൾസ് ഇ ലിൻബ്ലൂം ആണ്. അദ്ദേഹത്തിന്റെ ബുക്കിന്റെ പേര് സയൻസ് ഓഫ് മഡ്ലിംഗ് ദോ. ക്ലിയർ ആയല്ലോ? ക്ലിയർ ആയോ? ഇനി സ്പീഡ് കുറയ്ക്കണോ? ഓക്കെ, ഇനി നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതും പൊതുവെ ഡീറ്റെയിൽ ആയിട്ടൊന്നും ചോദിക്കാറില്ല, എന്നാലും ചോദിക്കാൻ സാധ്യതയുള്ളൊരു പോർഷൻ ആണ് മാസ്ലോയുടെ ഹൈറാർക്കി ഓഫ് നീഡ്സ് തിയറി എന്ന് പറയുന്നത്. എബ്രഹാം മാസ്ലോ എന്നാണ് കേട്ടോ തിയറിസ്റ്റിന്റെ ഫുൾ നെയിം. എബ്രഹാം മാസ്ലോയുടെ ഹൈറാർക്കി ഓഫ് നീഡ്സ് എന്ന് പറയുന്ന തിയറി, അദ്ദേഹത്തിന്റെ എ തിയറി ഓഫ് ഹ്യൂമൻ മോട്ടിവേഷൻ എന്ന് പറയുന്ന പേപ്പർ പബ്ലിക്കേഷനകത്താണ് അദ്ദേഹം ഈ ഹൈറാർക്കി ഓഫ് നീഡ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അത് പഠിച്ചു വെക്കുക. എ തിയറി ഓഫ് ഹ്യൂമൻ മോട്ടിവേഷൻ എന്ന് പറയുന്ന പേപ്പറിനകത്താണ്, ഒരു പബ്ലിക്കേഷനകത്താണ് ഹൈറാർക്കി ഓഫ് നീഡ്സിനെ കുറിച്ച് പറയുന്നത്. അത് ഇവിടെ പഠിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, അദ്ദേഹം 5 തരത്തിലുള്ള നീഡ്സുകളെ കുറിച്ചാണ് പറയുന്നത്. ആദ്യത്തേത് ഫിസിയോളജിക്കൽ നീഡ്സ് ആണ്. ഫിസിയോളജിക്കൽ നീഡ്സ് എന്ന് വെച്ചാൽ ബയോളജിക്കൽ നീഡ്സ് എന്ന് പറയാം. ഇപ്പം ഒരു മനുഷ്യൻ എക്സിസ്റ്റ് ചെയ്യുമ്പോൾ അവന് ബേസിക് ആയിട്ട് വേണ്ട കാര്യങ്ങൾ, ഇപ്പം വിശപ്പുണ്ടാവാം, അപ്പൊ വിശപ്പിന് ഫുഡ് വേണം അല്ലെ. ദാഹം ഉണ്ടാവാം, അപ്പം വാട്ടർ വേണം, ഷെൽട്ടർ വേണം. പിന്നെ എന്താണ്, നമ്മുടെ ഫിസിക്കൽ ഗ്രാറ്റിഫിക്കേഷന് വേണ്ടിയിട്ട് സെക്ഷൽ റിലേഷൻഷിപ്പുകൾ വേണം. അങ്ങനെയുള്ള ഫിസിയോളജിക്കൽ ആയിട്ടുള്ള നീഡ്സുകളെ കുറിച്ചാണ് ഈ പറയുന്ന ഫസ്റ്റ് നീഡായിട്ട് അദ്ദേഹം അവതരിപ്പിച്ചിരിക്കുന്നത്. രണ്ടാമത്തേത് സെക്യൂരിറ്റി നീഡ്സ് ആണ്, അതായത് സേഫ്റ്റി നീഡ്സ് ആണ്. ഇപ്പൊ ഈ പറയുന്ന സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് ഏത് സമയവും ആനിമൽസിന്റെ ആക്രമണം വരുന്നു, ഇല്ലെങ്കിൽ ഹ്യൂമൻ ബീങ്സ് തന്നെ പരസ്പരം
അറ്റാക്ക് ചെയ്യുന്നു, നാച്ചുറൽ കലാമിറ്റീസ് വരുന്നു, വാർ ഉണ്ടാകുന്നു, ഇങ്ങനെയൊക്കെ ഉണ്ടായി കഴിഞ്ഞാലും നമ്മുടെ ലൈഫ് സേഫ് ആവത്തില്ല അല്ലെ. സോ നമ്മുടെ ലൈഫ് സെക്യൂർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള നീഡ്സുകളാണ് രണ്ടാമതായിട്ട് അദ്ദേഹം അവതരിപ്പിക്കുന്നത്. അതിനെ അദ്ദേഹം സെക്യൂരിറ്റി നീഡ്സ് എന്ന് പറയുന്നു. എന്തൊക്കെയാണ്? പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് നാച്ചുറൽ കലാമിറ്റീസ്, ത്രെറ്റ്, ഡേഞ്ചർ, അങ്ങനെയുള്ള കാര്യം. അതായത് ഹ്യൂമൻ ബീയിങ്സിന് അവർ ഏതെങ്കിലും തരത്തിലൊരു ത്രെറ്റ് ഉണ്ടാവുന്ന എല്ലാ കാര്യങ്ങൾക്കും എതിരായിട്ട്, ഇല്ലെങ്കിൽ അതിനെ പ്രിക്കോഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് സെക്യൂരിറ്റി നീഡ്സ് ആയിട്ട് അവതരിപ്പിച്ചിരിക്കുന്നത്. മൂന്നാമത്തേത് സോഷ്യൽ നീഡ്സ് ആണ്. സോഷ്യൽ നീഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ലവ് നീഡ്സ് പറയും. നമുക്ക് ഫാമിലി വേണം അല്ലെ. അതായത് നമ്മൾ എപ്പോഴും പറയാറുണ്ട് ഹ്യൂമൻ ബീയിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സോഷ്യൽ ആനിമൽ ആണ്. മാൻ ഈസ് എ സോഷ്യൽ ആനിമൽ. ഹി കനോട്ട് എക്സിസ്റ്റ് ഇൻ ലോൺലിനെസ് അല്ലെ. അതായത് ഒരിക്കലും ഒരു വ്യക്തിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഇൻഡിവിജ്വൽ ആയിട്ട് മാത്രം നിലനിൽക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ലോൺലിനെസ്സിൽ നിൽക്കാൻ പറ്റത്തില്ല. നമുക്ക് എപ്പോഴും എന്താണ്, മറ്റൊരാളുടെ ഹെൽപ്പ് വേണം, ഇല്ലെങ്കിൽ നമ്മൾ മറ്റൊരാളെ എപ്പോഴും ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ജീവിക്കുക. സോ നമുക്ക് ഫാമിലി വേണം, ഫ്രണ്ട്ഷിപ്പ് വേണം, അതുപോലെ തന്നെ നമുക്ക് പാർട്ട്നേഴ്സ് വേണം. ഇങ്ങനെയുള്ള സോഷ്യൽ നീഡ്സ് അല്ലെങ്കിൽ ലവ് നീഡ്സിനെ കുറിച്ചാണ് അദ്ദേഹം മൂന്നാമതായിട്ട് പറഞ്ഞിരിക്കുന്നത്. നാലാമത്തേത് എസ്റ്റീം നീഡ്സ് ആണ്. എസ്റ്റീം നീഡ്സ് എന്ന് വെച്ചാൽ ഈഗോ നീഡ്സും എന്ന് വേണമെങ്കിൽ പറയാം. അതായത് നമുക്ക് സൊസൈറ്റിയിൽ നല്ല സ്റ്റേറ്റസ് വേണം, നമ്മളെ എല്ലാവരും റെസ്പെക്ട് ചെയ്യണം, നമുക്ക് നല്ല പൈസ വേണം, അങ്ങനെയുള്ള ആ ഒരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ. അതായത് ഒരു സൊസൈറ്റിയിൽ ഒരു പൊസിഷൻ നമുക്ക് വേണം എന്ന് പറയുന്ന ആ ഒരു ഐഡിയ, അതിനെയാണ് എസ്റ്റീം നീഡ്സ് ആയിട്ട് അല്ലെങ്കിൽ ഈഗോ നീഡ്സ് ആയിട്ട് മാസ്ലോ അവതരിപ്പിച്ചിരിക്കുന്നത്. ആൻഡ് ലാസ്റ്റ് എന്ന് പറയുന്നത് സെൽഫ് ആക്ച്വലൈസേഷൻ ആണ്. സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇല്ലെങ്കിൽ നമ്മുടെ ഒരു സെൽഫ് ഫുൾഫിൽമെന്റ്. ഇപ്പം നമ്മൾ പറയാറില്ലേ, നമ്മളിത് പൈസക്കൊന്നും വേണ്ടിയിട്ട് ചെയ്യുന്നതല്ല, പക്ഷെ നമുക്കൊരു സെൽഫ് റിയലൈസേഷൻ, നമ്മളെ മനസ്സിലാക്കിയെടുക്കാൻ, നമ്മളെ എന്താണെന്ന് കാണിച്ചു കൊടുക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ കഴിവുകൾ ഇതാണ് എന്ന് പറയാൻ, നമ്മുടെ ഇഷ്ടങ്ങൾ നടപ്പിലാക്കി എടുക്കാൻ, നമ്മൾ സെൽഫ് ലവ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, അത് നടപ്പിലാക്കി എടുക്കാനുള്ള നീഡ്സുകളെയാണ് അദ്ദേഹം സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ് എന്ന പേരിൽ വിളിക്കുന്നത്. എന്നാൽ ഈ ടേം ഉണ്ടല്ലോ, സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്ന ടേം കോയിൻ ചെയ്തത് കർട്ട് ഗോൾഡ്സ്റ്റീൻ എന്ന് പറയുന്ന തിങ്കർ ആണ്. അത് പഠിച്ചു വെക്കുക കേട്ടോ. സെൽഫ് ആക്ച്വലൈസേഷൻ എന്നുള്ള ടേം കോയിൻ ചെയ്യുന്നത് കർട്ട് ഗോൾഡ്സ്റ്റീൻ ആണ്. ക്ലിയർ ആയോ? ഇതാണ് അതിന്റെ ഒരു ഡയഗ്രം എന്ന് പറയുന്നത്. ഡയഗ്രം ഒന്നും നിങ്ങൾ പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ, ജസ്റ്റ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെച്ചാൽ മതി. ഇതിന്റെ ഓർഡർ ഒന്ന് പഠിച്ചോണേ. അതായത് ആദ്യത്തെ രണ്ടെണ്ണം ബേസിക് നീഡ്സ് ആണ്. ഫിസിയോളജിക്കൽ നീഡ്സും സേഫ്റ്റി നീഡ്സും ബേസിക് നീഡ്സ് ആണ്. എസ്റ്റീം നീഡ്സും ബിലോങ്ങിങ്നെസ് ഓർ ലവ് നീഡ്സും സൈക്കോളജിക്കൽ നീഡ്സ് ആണ്. സെൽഫ് ആക്ച്വലൈസേഷൻ സെൽഫ് ഫുൾഫിൽമെന്റ് നീഡ്സ് ആണ് എന്നത് മാത്രം ഒന്ന് ഓർത്ത് വെച്ചേക്കുക. അതൊന്നും ചോദിക്കാറില്ല, എന്നാലും ഒന്ന് വായിച്ചിട്ടേക്കുക. ഓക്കെ, ഇത് ക്ലിയർ ആയോ? മാസ്ലോയുടെ തിയറി ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഒന്നുകൂടി പറയണോ? മാസ്ലോയുടെ തിയറി ക്ലിയർ ആയോ? ഓക്കെ, നമുക്ക് അടുത്ത തിയറിയിലേക്ക് പോകാം. അടുത്ത തിയറി വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള തിയറി. ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മുടെ പബ്ലിക് അഡ്മിനിസ്ട്രേഷനിൽ ചോദിക്കുന്ന ഒരു പോർഷൻ ആണ് മാക്സ് വെബറിന്റെ ബ്യൂറോക്രാറ്റിക് തിയറി. വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്തൊരു പോർഷൻ ആണ്. എനിക്ക് തോന്നുന്നു ഞാൻ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കി 2 ക്വസ്റ്റ്യൻസ് ഈ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. ഒരു ബുക്കിന്റെ പേരുമായിട്ടും പിന്നെ ഒരു തിയറിയുടെ പേരുമായിട്ടും 2 ക്വസ്റ്റ്യൻസ് ഒറ്റ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ അത്രമാത്രം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു തിയറിയാണ് മാക്സ് വെബറിന്റെ ബ്യൂറോക്രാറ്റിക് തിയറി എന്ന് പറയുന്നത്. സോ നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. ഇനി അദ്ദേഹത്തിന്റെ ഒപ്പീനിയനിൽ ഒരു ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്. ആ ഫീച്ചേഴ്സ് എന്ന് പറയുന്ന ഒന്ന് ലേബർ ഡിവിഷൻ ആണ്. അതായത് കറക്റ്റ് ആയിട്ട് വർക്കേഴ്സിനെ ഡിവൈഡ് ചെയ്യുക. അത് എന്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം? ഹയറാർക്കിയുടെ അടിസ്ഥാനത്തിലായിരിക്കണം. അതായത് സുപ്പീരിയർ സബോർഡിനേറ്റ് റിലേഷൻഷിപ്പ് കൃത്യമായിട്ട് ഒരു ഓർഗനൈസേഷനിൽ വേണം എന്നുള്ളതാണ് മാക്സ് വെബർ പറയുന്നത്. അതുപോലെ തന്നെ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അവിടെ എക്സിസ്റ്റ് ചെയ്യണം. ഇംപേഴ്സണൽ റിലേഷൻസ് ഉണ്ടായിരിക്കണം. ഐഡിയൽ ബ്യൂറോക്രസീസ് ആണ്. ഇതൊക്കെയാണ് ഐഡിയൽ ബ്യൂറോക്രസീസിന്റെ ഫീച്ചേഴ്സ് ആയിട്ട് അദ്ദേഹം പറയുന്നത്. എന്താണ്? ലേബർ ഡിവിഷൻ ഉണ്ടായിരിക്കണം. അത് ഹൈറാർക്കി ബേസ്ഡ് ലേബർ ഡിവിഷൻ തന്നെ ആയിരിക്കും വേണം. ദെൻ കോംപ്രിഹെൻസീവ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാവണം. ഒരു ഓർഗനൈസേഷൻ എങ്ങനെ പ്രവർത്തിക്കണം എന്ന് കൃത്യമായിട്ടുള്ളൊരു മാനുവൽ അവിടെ ഉണ്ടായിരിക്കണം. ഇംപേഴ്സണൽ റിലേഷൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നുള്ളതാണ്. ഇംപേഴ്സണൽ റിലേഷൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ?
എന്താ ഇംപേഴ്സണൽ എന്ന് വെച്ചാല്? ഇംപേഴ്സണലിന്റെ മീനിങ് എന്താ? എന്താ ഇംപേഴ്സണൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നല്ല രീതിയിലുള്ള പേഴ്സണൽ റിലേഷൻഷിപ്പ് ഉണ്ടാവണം എന്നാണോ, അതോ അതിന് ഓപ്പോസിറ്റ് ആണോ? എന്താ തോന്നുന്നേ? പേഴ്സണൽ റിലേഷൻഷിപ്പ് ഉണ്ടാവണം എന്നാണോ? ഇല്ല, ഓപ്പോസിറ്റ് ആണ് അല്ലെ. പേഴ്സണൽ റിലേഷൻഷിപ്പ് ഉണ്ടാവാൻ പാടില്ല. അതായത് ഒരാളുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ, ഇമോഷൻസ്, ഫീലിങ്സ് ഒന്നും എന്ത് ചെയ്യാൻ പാടില്ല, മറ്റൊരാളെ സ്വാധീനിക്കാനോ അല്ലെങ്കിൽ ഓർഗനൈസേഷനെ സ്വാധീനിക്കാൻ പാടില്ല എന്നുള്ളതാണ്. സോ ഈ 3 ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ഐഡിയൽ ബ്യൂറോക്രസി എക്സിസ്റ്റ് ചെയ്യുകയുള്ളൂ എന്നാണ് മാക്സ് വെബർ പറയുന്നത്. സോ ഇത് പഠിച്ചു വെക്കുക. എന്തൊക്കെയാണ് മാക്സ് വെബറിന്റെ ബ്യൂറോക്രസിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് ചോദിക്കാം. ലേബർ ഡിവിഷൻ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ഹയറാർക്കി, എസ്റ്റാബ്ലിഷ്ഡ് വിത്ത് ഹയറാർക്കി, കോംപ്രിഹെൻസീവ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, ഇംപേഴ്സണൽ റിലേഷൻസ്. ക്ലിയർ ആയല്ലോ? ഇനി അദ്ദേഹത്തിന്റെ ഐഡിയൽ ടൈപ്പ് ഓഫ് ഗവേണൻസിനെ കുറിച്ച് അല്ലെങ്കിൽ ബ്യൂറോക്രസിയെ കുറിച്ച് അദ്ദേഹം പറയുന്നത് ഇക്കണോമി ആൻഡ് സൊസൈറ്റി എന്ന് പറയുന്ന 1922 അദ്ദേഹത്തിന്റെ പബ്ലിക്കേഷനിലാണ്. അത് പഠിച്ചു വെക്കുക. അദ്ദേഹത്തിന്റെ ബുക്കിന്റെ പേരാണ് ഇക്കണോമി ആൻഡ് സൊസൈറ്റി, പബ്ലിഷ്ഡ് ഇൻ 1922. ഇയർ സ്കിപ്പ് ചെയ്താലും ബുക്കിന്റെ പേര് പഠിക്കുക. ആൻഡ് ഇതിൽ അദ്ദേഹം 3 തരത്തിലുള്ള അതോറിറ്റിയെ കുറിച്ച് പറയുന്നുണ്ട്. ഒരു ഓർഗനൈസേഷനിൽ 3 തരത്തിലുള്ള അതോറിറ്റി ഉണ്ടാകാം എന്നാണ് പറയുന്നത്. ഒന്നാമത്തേത് റാഷണൽ ലീഗൽ അതോറിറ്റി എന്ന് പറയും. റാഷണൽ ലീഗൽ അതോറിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വഴി എക്സിസ്റ്റ് ചെയ്തിട്ടുള്ളതായിരിക്കും. ഫോർ എക്സാമ്പിൾ ആയിട്ട് നമ്മുടെ ബ്യൂറോക്രസി ഒക്കെ ഉണ്ടല്ലോ, അതാണ് റാഷണൽ ലീഗൽ അതോറിറ്റി എന്ന് പറയുന്നത്. രണ്ടാമത്തേത് ട്രഡീഷണൽ അതോറിറ്റിയാണ്. ട്രഡീഷണൽ അതോറിറ്റി എന്ന് വെച്ചാൽ നമ്മുടെ മൊണാർക്കിക്കൽ സിസ്റ്റത്തിൽ ഇപ്പൊ രാജഭരണം ഒക്കെ ഇല്ലേ, അതുപോലത്തെ സംവിധാനത്തെയാണ് അദ്ദേഹം ട്രഡീഷണൽ അതോറിറ്റി എന്ന് വിളിക്കുന്നത്. മൂന്നാമത്തേത് കരിസ്മാറ്റിക് അതോറിറ്റിയാണ്. എന്താണ് കരിസ്മാറ്റിക് അതോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലീഡർ ഇല്ലെങ്കിൽ എന്താണ് ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തി കൈകാര്യം ചെയ്യുന്ന അതോറിറ്റി ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ആയിട്ട് നമ്മുടെ ഹിറ്റ്ലറിന്റെ കാര്യമാണ് പറയുന്നത്. ഹിറ്റ്ലർ നമുക്കറിയാലോ, വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഒരു ഓട്ടോക്രാറ്റിക് റൂളർ ആണ് അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള കരിസ്മാറ്റിക് അതോറിറ്റിയെ കുറിച്ചും അദ്ദേഹം പറയുന്നുണ്ട്. അപ്പൊ റാഷണൽ ലീഗൽ അതോറിറ്റി, ട്രഡീഷണൽ അതോറിറ്റി, കരിസ്മാറ്റിക് അതോറിറ്റി എന്നിങ്ങനെ 3 തരത്തിലുള്ള അതോറിറ്റിയെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ഇനി അദ്ദേഹത്തിന്റെ മോഡലിനെ നമ്മൾ വിളിക്കും വെബീരിയൻ മോഡൽ ഓഫ് ബ്യൂറോക്രസി എന്ന് കേട്ടോ. അദ്ദേഹം എപ്പോഴും ഒരു ലീഗൽ ടൈപ്പ് ഓഫ് അതോറിറ്റി ആണ് ഫോളോ ചെയ്യുന്നത്. കാരണം അതിനകത്താവും റാഷണാലിറ്റി ഉള്ളത്. ഇപ്പൊ കരിസ്മാറ്റിക് അതോറിറ്റി ആണെങ്കിൽ അതിനകത്തൊരു ലീഡറിന്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കുമല്ലോ വരുന്നത്. ഇനി ട്രഡീഷണൽ അതോറിറ്റി ആണെങ്കിൽ അവിടെയും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പിന്റെ കൺസേൺസ് കാര്യങ്ങളും ഒക്കെ ആയിരിക്കുമല്ലോ വരുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം എപ്പോഴും ചൂസ് ചെയ്യുന്നത് ലീഗൽ ടൈപ്പ് ഓഫ് അതോറിറ്റി ആണ്. കാരണം അതായിരിക്കും കൂടുതൽ റാഷണൽ ആയിട്ടുള്ള അതോറിറ്റി എന്നാണ് അദ്ദേഹം പറയുന്നത്. ക്ലിയർ ആയോ? ഇവിടെ ഇപ്പൊ റോമൻ എംപയറിന്റെ ഫോളിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അതൊന്നും നിങ്ങളിപ്പം വായിക്കണമെന്നില്ല. ജസ്റ്റ് നോട്ട് കിട്ടുമ്പോൾ വായിച്ചു നോക്കുവാണെങ്കിൽ നല്ലത്. അതൊന്നും പഠിച്ചില്ലെങ്കിലും പ്രശ്നമില്ല കേട്ടോ. ആഡ് ചെയ്തപ്പോ അത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ക്ലിയർ ആയോ? ഇത്രയും ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഓക്കെ. ഇനി ലാസ്റ്റ് സെക്ഷൻ, നമ്മുടെ മാക്സ് വെബർ ബ്യൂറോക്രസിക്ക് കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഒരു ബ്യൂറോക്രസി എങ്ങനെ ആയിരിക്കണം എന്നുള്ളത്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇത് എപ്പോഴും ചോദിക്കാറുണ്ട്. താഴെ പറയുന്നവയിൽ അദ്ദേഹത്തിന്റെ മോഡലിൽ പ്രിൻസിപ്പിളിൽ ഉൾപ്പെടാത്തത് ഏത് അല്ലെങ്കിൽ ഉൾപ്പെടുന്നത് ഏത്, ചൂസ് ദ റൈറ്റ് വൺ എന്നൊക്കെ പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. സോ ഇത് പഠിച്ചു വെക്കണം. 6 പ്രിൻസിപ്പിൾ ആണ് അദ്ദേഹം പറയുന്നത്. ഒന്നാമത്തേത്, ഒരു ഓർഗനൈസേഷൻ എപ്പോഴും എങ്ങനെയായിരിക്കും നിലകൊള്ളേണ്ടത്? ഹയറാർക്കിക്കൽ സ്ട്രക്ചറിലായിരിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഒരു ടോപ്പ് ബോട്ടം റിലേഷൻഷിപ്പ് അവിടെ ഉണ്ടായിരിക്കണം. ഇൻഫീരിയർ സുപ്പീരിയർ റിലേഷൻഷിപ്പിലായിരിക്കണം അത് എക്സിസ്റ്റ് ചെയ്യേണ്ടത്. രണ്ടാമത്തേത് ഡിവിഷൻ ഓഫ് ലേബർ ആണ്. വർക്കുകൾ കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക, സ്പെഷ്യലൈസ് ചെയ്ത് കൊടുക്കുക. മൂന്നാമത്തേത്
ഫോർമൽ സെലക്ഷൻ പ്രോസസ്സിലൂടെ ആയിരിക്കണം വർക്കേഴ്സിനെ ചൂസ് ചെയ്യേണ്ടത്. അല്ലാതെ നെപ്പോട്ടിസം ഒന്നും ചൂസിങ്ങിന്റെ ഭാഗമാകാൻ പാടില്ല. ഹയർ ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന നെപ്പോട്ടിസം ഇല്ലെങ്കിൽ ഈ റെക്കമെൻഡേഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചൂസ് ചെയ്യാൻ പാടില്ല. ഫോർമൽ സെലക്ഷൻ പ്രോസസ്സിലൂടെ തന്നെ ആയിരിക്കണം. അതായത് ബെസ്റ്റ് എഫിഷ്യന്റ് ആയിട്ടുള്ള വർക്കേഴ്സ് തന്നെ ആയിരിക്കണം ഓർഗനൈസേഷനിൽ ഉണ്ടാവേണ്ടത്. ദെൻ കരിയർ ഓറിയന്റേഷൻ ആണ്. വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാട് ഇല്ലെങ്കിൽ വർക്കിനെ കുറിച്ച് വ്യക്തമായിട്ട് അറിവുള്ള വ്യക്തിയായിരിക്കണം. ഓർഗനൈസേഷന് കൃത്യമായിട്ടുള്ള റൂൾസ് ഉണ്ടാവണം. അതുപോലെ ഇംപേഴ്സണാലിറ്റി ഉണ്ടാവണം. ഇത്രയുമാണ് പ്രധാനമായിട്ടും ഒരു മാനേജ്മെന്റിന്റെ പ്രിൻസിപ്പിൾസ് എന്ന രീതിയിൽ അദ്ദേഹം അവതരിപ്പിച്ചിരിക്കുന്നത്. ഹൈറാർക്കിക്കൽ മാനേജ്മെന്റ് സ്ട്രക്ചർ, ഡിവിഷൻ ഓഫ് ലേബർ, ഫോർമൽ സെലക്ഷൻ പ്രോസസ്, കരിയർ ഓറിയന്റേഷൻ, ഫോർമൽ റൂൾസ്, ഇംപേഴ്സണാലിറ്റി. ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ, ഇതോടുകൂടി നമ്മുടെ മൊഡ്യൂൾ 3 കഴിഞ്ഞു കേട്ടോ. മൊഡ്യൂൾ 1ഉം 2ഉം 3ഉം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തിയറീസുമായി റിലേറ്റ് ചെയ്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്താലോ? തിയറീസുമായി ബന്ധപ്പെട്ട് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഞാൻ അടുത്ത ഫയൽ ഒന്ന് ഓപ്പൺ ചെയ്യട്ടെ. ഞാൻ ടീച്ച്മെന്റിന് പുറത്ത് വന്നു കേട്ടോ. സ്ക്രീൻ വിസിബിൾ ആണോ? സ്ക്രീൻ കാണുന്നുണ്ടോ? ക്വസ്റ്റ്യൻസ് വിസിബിൾ ആയോ? സ്ക്രീൻ വിസിബിൾ ആയോ? ഇല്ല അല്ലേ? ഞാൻ ഒന്നുകൂടെ നോക്കാവേ. ഇപ്പൊ സ്ക്രീൻ വിസിബിൾ ആയോ? ഓക്കെ, എല്ലാവർക്കും കാണാമല്ലോ അല്ലേ? നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ആക്ച്വലി ഞാൻ ഈ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഈ ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസിനകത്ത് 2 PYQ സെക്ഷൻ മാത്രം ആഡ് ചെയ്തിട്ടുള്ളൂ. അതായത് 2 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. അറൌണ്ട് 20-25 ക്വസ്റ്റ്യൻസ് ഈ തിയറി പാർട്ടിൽ നിന്നുണ്ട് കേട്ടോ. എല്ലാം ഞാൻ ആഡ് ചെയ്തിട്ടില്ല. 16 എണ്ണം ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളൂ. ബാക്കി നമുക്ക് സെക്ഷണൽ ടെസ്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ അതിനുള്ളിൽ ആഡ് ചെയ്യാം. ഓക്കെ, അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതാണ് ഞാൻ പറയുന്നത് കേട്ടോ. ബാക്കി ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യും. ഇപ്പൊ നമുക്കിത് നോക്കാം. ഒന്നാമത്തേത്, ദ പ്രിസ്മാറ്റിക് സാല മോഡൽ ഈസ് അസോസിയേറ്റഡ് വിത്ത് ഫ്രാങ്ക് ജെ ഗുഡ്നൗ, ലൂതർ ഗള്ളിക്, FW റിക്സ്, ഹെൻറി ഫയോൺ. ആൻസർ കമന്റ് ചെയ്തോ. ഇന്നലെ പഠിച്ചതാണ് അല്ലേ? ഏതാണ് ആൻസർ? ദ പ്രിസ്മാറ്റിക് സാല മോഡൽ ഈസ് അസോസിയേറ്റഡ് വിത്ത് ഹൂ? ആരുമായിട്ടാണ്? ആരുമായിട്ടാ? ഓപ്ഷൻ കമന്റ് ചെയ്തേ.
കുറച്ച് സ്പീഡിൽ കമന്റ് ചെയ്യുമോ? നമുക്ക് സമയം ഏകദേശം തീരാറായില്ലേ? ഓക്കെ, 1 C. എല്ലാരും സി ആണോ പറയുന്നേ? ബാക്കിയുള്ളവർ രണ്ടുപേരിലേ ചെയ്തു. ഓക്കെ, എല്ലാവരും സി ആണല്ലേ പറയുന്നത്. അപ്പം FW റിക്സ് തന്നെയാണ് ആൻസർ കേട്ടോ. FW റിക്സ് ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, the Hawthorne experiments are related to dash theory, system theory, human relation theory, classical theory, bureaucratic theory. ഏത് തിയറിയുമായിട്ടാണ് ഹോത്തോൺ എക്സ്പെരിമെന്റ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്? ഏത് തിയറിയുമായിട്ടാണ് ഹോത്തോൺ എക്സ്പെരിമെന്റ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്? ബി ആണല്ലേ ഓപ്ഷൻ, ഹ്യൂമൻ റിലേഷൻസ് തിയറി ആണ് അല്ലേ? കറക്റ്റ് ആണ് കേട്ടോ, ഹ്യൂമൻ റിലേഷൻസ് തിയറി ആണ്. ഇനി മൂന്നാമത്തേത്, ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല, പക്ഷെ നിങ്ങൾ ആൻസർ ചെയ്ത് നോക്കട്ടെ. ദ ബ്ലാക്ക് ബോക്സ് മോഡൽ ഓഫ് പൊളിറ്റിക്കൽ സിസ്റ്റം ഈസ് അസോസിയേറ്റഡ് വിത്ത്. ആക്ച്വലി ഈ ക്വസ്റ്റ്യൻ പൊളിറ്റിക്കൽ സയൻസിലും കമ്പാരറ്റീവ് കമ്പാരറ്റീവ് പൊളിറ്റിക്സിന്റെ അണ്ടറിൽ വരുന്നതാണ്. സിസ്റ്റം ആയതുകൊണ്ട് പബ്ലിക് അഡ്മിനിസ്ട്രേഷനിൽ കൂട്ടണ്ട, എന്നാലും ഇതിനകത്തും വരുന്ന ആളായതുകൊണ്ടാണ് ഞാൻ ആഡ് ചെയ്തത്. ദ ബ്ലാക്ക് ബോക്സ് മോഡൽ ഓഫ് പൊളിറ്റിക്കൽ സിസ്റ്റം ഈസ് അസോസിയേറ്റഡ് വിത്ത് ഹൂം? ഡേവിഡ് ഈസ്റ്റൺ, ഗബ്രിയൽ ആൽമണ്ട്, SP ഹണ്ടിങ്ടൺ, ലൂസിയൻ പൈ. അപ്പൊ ഇതിൽ ആരുമായിട്ടാണ് ബ്ലാക്ക് ബോക്സ് മോഡൽ ഓഫ് പൊളിറ്റിക്കൽ സിസ്റ്റം എന്ന് പറയുന്നത് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത്? ബാക്കിയുള്ളവര് ഇവിടെ ഇപ്പൊ നമ്മൾ പഠിച്ചത് ഇതിനകത്ത് ഡേവിഡ് ഈസ്റ്റൺ മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ ഡേവിഡ് ഈസ്റ്റൺ ആയിരിക്കുമല്ലോ. അദ്ദേഹത്തിന്റെ ഇൻപുട്ട് ഔട്ട്പുട്ട് അനാലിസിസിനെയാണ് നമ്മൾ, ഇല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സിസ്റ്റം തിയറിയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ബ്ലാക്ക് ബോക്സ് മോഡൽ എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആയോ? തെറ്റിക്കരുത്, ഡേവിഡ് ഈസ്റ്റന്റെ തിയറിയാണ് ബ്ലാക്ക് ബോക്സ് മോഡൽ ഓഫ് പൊളിറ്റിക്കൽ സിസ്റ്റം എന്നറിയപ്പെടുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹെർബർട്ട് സൈമൺ ഈസ് എ പൈനിയർ ഇൻ ദ ഫീൽഡ് ഓഫ് ഡാഷ് അപ്രോച്ച്. ഏത് അപ്രോച്ചിലാണ് ഹെർബർട്ട് സൈമൺ പൈനിയർ ആയിട്ടുള്ളത്, തുടക്കക്കാരനായിട്ടുള്ളത്? ഓൾറെഡി നമ്മൾ പറഞ്ഞു, സ്ട്രക്ചറൽ അപ്രോച്ച് ആണോ, ഇൻസ്റ്റിറ്റ്യൂഷണൽ അപ്രോച്ച് ആണോ, ബിഹേവിയറൽ അപ്രോച്ച് ആണോ, സിസ്റ്റംസ് അപ്രോച്ച് ആണോ? നവാസ് മാത്രം ആൻസർ പറഞ്ഞോളൂ, ബാക്കി ആരും പറഞ്ഞില്ലല്ലോ. Any other comments? അറിയില്ലാത്തത് കൊണ്ടാണോ? ചുമ്മാ ഗസ് അടിക്കുക, തെറ്റിപ്പോയാ പോട്ടെ. അങ്ങനെ തെറ്റുമ്പോ നിങ്ങൾ പിന്നെ അത് ഒരിക്കലും മറക്കത്തില്ല. ഓക്കെ, ഇതില് ബിഹേവിയറൽ അപ്രോച്ചിലാണ് കേട്ടോ, നമ്മൾ നോട്ടിൽ കറക്റ്റ് ആയിട്ട് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ബിഹേവിയറൽ അപ്രോച്ചിലാണ് ഹെർബർട്ട് സൈമൺ പൈനിയർ ആയിട്ടുള്ളത്. ക്ലിയർ ആയല്ലോ? സിസ്റ്റംസ് തിയറിയുടെ കാര്യം പറഞ്ഞപ്പോൾ ചാൾസി മെരിയത്തിനെ അല്ലേ നമ്മൾ പറഞ്ഞത്? ബിഹേവിയറൽ തിയറിയുടെ പൈനിയർ എന്ന് പറയുന്നത് ഹെർബർട്ട് സൈമൺ ആണ്. ക്ലാരിറ്റി കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. അടുത്തത്, ഹു എമംഗ് ദ ഫോളോയിങ് ഈസ് കൺസിഡേർഡ് ആസ് ദ ഫാദർ ഓഫ് കമ്പാരറ്റീവ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ? നമ്മുടെ ഇക്കോളജിക്കൽ അപ്രോച്ചിനെ തന്നെയാണ് നമുക്ക് കമ്പാരറ്റീവ് പബ്ലിക് അഡ്മിനിസ്ട്രേഷന്റെ അണ്ടറിൽ പറയാവുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കമ്പാരറ്റീവ് പബ്ലിക് അഡ്മിനിസ്ട്രേഷന്റെ ഫാദർ എന്ന് പറയുന്നത് ആരായിരിക്കും? FW റിക്സ്, ഡ്വൈറ്റ് വാൾഡോ, റോബർട്ട് പ്രോസ്ട്രസ്, FM മാക്സ്. ആരായിരിക്കും? ബാക്കിയുള്ളവരോ? ഓക്കെ, എ ആണല്ലേ എല്ലാരും പറയുന്നത്. അപ്പം എ ആണ് ആൻസർ. FW റിക്സ് ആണ് കമ്പാരറ്റീവ് പബ്ലിക് അഡ്മിനിസ്ട്രേഷന്റെ ഫാദർ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the administrative thinker who states that the concept of delegation is a mere myth of organization theory. ഡെലഗേഷൻ എന്ന് വെച്ചാൽ എന്താണെന്നറിയാവോ? ഡിവിഷൻ ഓഫ് പവേഴ്സ് ആണ് കേട്ടോ. അപ്പൊ ഡെലഗേഷൻ എന്ന് പറയുന്നത് ഓർഗനൈസേഷൻ തിയറിയുടെ മിയർ മിത്ത് ആണ് എന്ന് പറഞ്ഞിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് തിങ്കർ ആരാണ് എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞ ലോജിക്ക് ആലോചിച്ചാൽ മതി. ഇങ്ങനൊരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ പഠിക്കുമായിരുന്നു അല്ലെ, ഈ പറഞ്ഞിരിക്കുന്ന വ്യക്തികൾ ആരെങ്കിലും ആയിരുന്നെങ്കിൽ. അപ്പൊ സൈമൺ ആണെങ്കിൽ ഞാൻ ഓൾറെഡി അത് നോട്ടിൽ ഇൻക്ലൂഡ് ചെയ്തേനെ. MP ഫോളറ്റ് ആയിരുന്നെങ്കിലും പറഞ്ഞേനെ, മൂണി ആണെങ്കിലും പറഞ്ഞേനെ അല്ലെ. ഞാനിത് പറഞ്ഞിട്ടില്ലല്ലോ ക്ലാസ്സിൽ. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ആൻസർ ടെറി ആണ് എന്ന് നമുക്ക് ഫൈനലൈസ് ചെയ്തുകൂടെ? ക്ലിയർ ആയോ?
ആ പറഞ്ഞ ലോജിക്ക് ഇവിടെ ആപ്ലിക്കബിൾ ആണ്. ഡെലഗേഷൻ ഇസ് എ മിയർ മിത്ത് ഓഫ് ഓർഗനൈസേഷൻ തിയറി എന്ന് പറയുന്നത് ടെറിയുടെ ഒപ്പീനിയൻ ആണ്. ക്ലിയർ ആയോ? ഓക്കെ ആണല്ലോ അല്ലെ? അടുത്തത്, ഇത് നിങ്ങൾ ഗസ് അടിക്കാൻ വളരെ ചാൻസ് കുറവാ, എന്നാലും വരാൻ ചാൻസ് ഉള്ളത് കൊണ്ട് ഇത് ഓൾറെഡി PYQ ആണ്, അതുകൊണ്ട് ഞാൻ ആഡ് ചെയ്തതാണ്. Individuals are less likely to get involved in politics if they place a low value on the rewards expected from political involvement relative to the rewards they expect from other kind of activity. This statement is associated with whom? ഡേവിഡ് ഈസ്റ്റൺ ആണോ, ആൽമണ്ട് ആണോ, ഡേവിഡ് ആപ്റ്റർ ആണോ, റോബർട്ട് ദാൽ ആണോ? ആൻസർ പറഞ്ഞു. ഐഡിയ ഉണ്ടോ? ആരായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? എനി ഐഡിയ? ജസ്റ്റ് കമന്റ് ചെയ്യും, തെറ്റിപ്പോയ പോട്ടെ. ഓക്കെ, ഞാൻ സമയം കളയുന്നില്ല. റോബർട്ട് ദാൽ ആണ് കേട്ടോ കറക്റ്റ് ആൻസർ. റോബർട്ട് ദാൽ, ഡി ആണ്, ഓപ്ഷൻ ഡി ആണ് കേട്ടോ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് നോക്കിയേ, മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. എയിൽ വരുന്നത് മാക്സ് വെബർ, ഹെർബർട്ട് സൈമൺ, ഹെൻറി ഫയോൾ, പിന്നെ അടുത്തത് നെക്സ്റ്റ് പേജിലാണ് ചെസ്റ്റർ ബർണാർഡ് ആണ് കേട്ടോ. ദെൻ സെക്ഷൻ 2 അല്ലെങ്കിൽ മാച്ച് ലിസ്റ്റ് 2 എന്ന് പറയുന്നത് അക്സെപ്റ്റൻസ് തിയറി, സ്കേലാർ ചെയിൻ, പൊസിഷണൽ തിയറി. അടുത്തത് പ്രൊവേർബ്സ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ആണ് നാലാമതായിട്ട് പറയുന്നത്. ഇവിടെ ചെസ്റ്റർ ബർണാർഡിന്റെ ഇവിടെ പ്രൊവേർബ്സ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ആണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അതാരായിരിക്കും പറയുന്നത്? നിങ്ങൾക്ക് അറിയാവുന്ന നിങ്ങൾ ചൂസ് ചെയ്യും, ബാക്കി സ്കിപ്പ് ചെയ്യുക, ബാക്കി നമുക്ക് ഓപ്ഷനിൽ നിന്ന് ചൂസ് ചെയ്തെടുക്കാലോ. മാക്സ് വെബർ ഏതായിരിക്കും? വേണ്ട, നിങ്ങൾക്ക് അറിയാം, നമ്മൾ പഠിച്ചത് എടുക്കാം. പ്രൊവേർബ്സ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ പറഞ്ഞതാരാ? പ്രൊവേർബ്സ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ പറഞ്ഞതാരാ? ഈ കൂട്ടത്തിൽ നിന്ന് പ്രൊവേർബ്സ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ പറഞ്ഞതാരാ? സൈമൺ ആണ് അല്ലേ? ഇനി ഹെൻറി ഫയോളിന്റെ ഐഡിയ എന്താ? ഹെൻറി ഫയോൾ പറഞ്ഞത് എന്താ? നമ്മളൊരു 14 പ്രിൻസിപ്പിൾസ് ഒക്കെ പഠിച്ചില്ലായിരുന്നു. ഹെൻറി ഫയോൾ പറഞ്ഞത് എന്താ? സ്കേലാർ ചെയിൻ അല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത് രണ്ടും തന്നെ ഉണ്ടെങ്കിൽ നമുക്ക് ഓപ്ഷനിൽ നിന്ന് കണ്ടെത്താൻ പറ്റത്തില്ലേ? ഇത് തന്നെ ഉണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ മേലെ ഓപ്ഷനിൽ നിന്ന്. ഇതിൽ മാക്സ് വെബർ പൊസിഷണൽ തിയറി ആണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ചെസ്റ്റർ ബർണാർഡ് അക്സെപ്റ്റൻസ് തിയറിയാണ്. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ വരുന്നത് ഡി ആയിരിക്കും. ക്ലിയർ ആണോ? മനസ്സിലായോ എങ്ങനെയാ വരുന്നതെന്ന്? നിങ്ങൾക്ക് അറിയാവുന്ന ഏതെങ്കിലും ഓപ്ഷനിൽ നിന്ന് ചൂസ് ചെയ്ത് നോക്കുക, എന്നിട്ട് ആൻസർ ചെയ്യുക. ഓക്കെ, അടുത്തത് ഫീഡ്ബാക്ക് പ്രോസസ് ഈസ് അസോസിയേറ്റഡ് വിത്ത് വിച്ച് അപ്രോച്ച്? ഡിസിഷൻ മേക്കിംഗ് അപ്രോച്ച്, സ്ട്രക്ചറൽ ഫങ്ഷണൽ അപ്രോച്ച്, സിസ്റ്റംസ് പാരഡൈം, ഗെയിം തിയറി. ഇതിൽ ഏതിലാണ് ഫീഡ്ബാക്ക് പ്രോസസ് ഉള്ളത്? ഏതിലാ ഫീഡ്ബാക്ക് പ്രോസസ് ഉള്ളത്? നമ്മൾ ഇന്ന് പഠിച്ചതല്ലേ ഫീഡ്ബാക്ക് പ്രോസസ് ഉള്ള ഏതിലാ? സിസ്റ്റംസ് തിയറിയിലാണ് അല്ലേ? ഇനി നമ്മൾ പഠിക്കും സ്ട്രക്ചറൽ ഫങ്ഷണൽ തിയറി ഓഫ് ഗബ്രിയൽ ആൽമണ്ട് പഠിക്കും, പക്ഷെ അവിടെ ഫീഡ്ബാക്ക് പ്രോസസ് ഇല്ല കേട്ടോ. അപ്പം അത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, ബാക്കിയെല്ലാം ഏകദേശം സെയിം ആണ്, പക്ഷെ ഈ ഇൻപുട്ട് ഔട്ട്പുട്ട് അനാലിസിസ് ഇല്ലെങ്കിൽ ഡേവിഡ് ഈസ്റ്റന്റെ സിസ്റ്റം അപ്രോച്ചും ഗബ്രിയൽ ആൽമണ്ടിന്റെ സിസ്റ്റം അപ്രോച്ചും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഗബ്രിയൽ ആൽമണ്ടിന്റെ സിസ്റ്റത്തിൽ ഫീഡ്ബാക്ക് ഇല്ല, ഇവിടെ ഡേവിഡ് ഈസ്റ്റന്റെ അപ്രോച്ചിൽ ഫീഡ്ബാക്ക് ഉണ്ട്. അതാണ് ഡിഫറൻസ് കേട്ടോ. അപ്പം സിസ്റ്റംസ് പാരഡൈം ആണ് ആൻസർ. ഇനി ഓർഗനൈസേഷൻ വാസ് ഡിസ്ക്രൈബ്ഡ് ആസ് എ കോഓപ്പറേറ്റീവ് സോഷ്യൽ സിസ്റ്റം ബൈ ഹൂം? ആരാണ് ഓർഗനൈസേഷൻ ഒരു കോഓപ്പറേറ്റീവ് സോഷ്യൽ സിസ്റ്റം ആണ് എന്ന് പറഞ്ഞത്? MP ഫോളറ്റ്, വെബർ, ഹെർബർട്ട് സൈമൺ, ചെസ്റ്റർ ബർണാർഡ്. ആരാ?
ഓർഗനൈസേഷണൽ തിയറി എന്ന് പറയുന്നതിൽ ആരെയാണോ നമ്മൾ പഠിച്ചത് അയാളെ ചൂസ് ചെയ്താൽ മതി. ഓർഗനൈസേഷൻ ഒരു കോപ്പറേറ്റീവ് സോഷ്യൽ സിസ്റ്റം, അത് നമ്മൾ അങ്ങനെ തന്നെ നോട്ടിൽ ആഡ് ചെയ്തിട്ടുമുണ്ട്. നോട്ട് കിട്ടിയൊരു വായിച്ചിട്ടുണ്ടാവും, അങ്ങനെ തന്നെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. സോഷ്യൽ സിസ്റ്റം സ്കൂളിന്റെ ഫൗണ്ടർ എന്നറിയപ്പെടുന്നത് ഇദ്ദേഹമാണ് എന്ന് തന്നെ നമ്മൾ നോട്ടിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആരാണ് കോപ്പറേറ്റീവ് സോഷ്യൽ സിസ്റ്റത്തിന്റെ ഫൗണ്ടർ, ഇല്ലെങ്കിൽ ഓർഗനൈസേഷൻ ഒരു കോപ്പറേറ്റീവ് സോഷ്യൽ സിസ്റ്റം ആണ് എന്ന് പറഞ്ഞിരിക്കുന്നത് ആരായിരിക്കും? ഓക്കെ, സമയം പോകുന്നതുകൊണ്ട് ഞാൻ ജസ്റ്റ് പറഞ്ഞിട്ട് പോവാണ് കേട്ടോ. ചെസ്റ്റർ ബെർണാഡ് ആണ് ആൻസർ വരുന്നത്. ചെസ്റ്റർ ബെർണാഡ് ആണ്. ടെക്സ്റ്റ് ബുക്കിൽ അങ്ങനെ തന്നെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ പഠിക്കാൻ, അതായത് അടുത്ത യൂണിറ്റുകളിൽ പഠിക്കാനുള്ള ഒരു തിയറിയാണ് തിയറി ഓഫ് എക്സ് ആൻഡ് വൈ. തിയറി ഓഫ് എക്സ് ആൻഡ് വൈ പ്രൊപ്പൗണ്ട് ചെയ്ത തിങ്കർ മാഗ്രിഗർ ആണ് കേട്ടോ. ദെൻ ഇനി മാച്ച് ദ ലിസ്റ്റ് ആണ്. ഇത് ബുക്കിന്റെ പേരാണ്, ഇത് അതുകൊണ്ടാണ് ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞത്. ഇതില് ചെസ്റ്റർ ബെർണാഡിന്റെ ബുക്ക് ഫങ്ഷൻസ് ഓഫ് എക്സിക്യൂട്ടീവ്, പീറ്റർ ഡ്രക്കറിന്റെ ബുക്ക് ദ പ്രാക്ടീസ് ഓഫ് മാനേജ്മെന്റ്, ഹെൻറി ഫയോളിന്റെ ബുക്ക് ജനറൽ ആൻഡ് ഇൻഡസ്ട്രിയൽ മാനേജ്മെന്റ്, ഹെർബർട്ട് സൈമൺ ദ സയൻസ് ഓഫ് ആർട്ടിഫിഷ്യൽ. നമ്മളിപ്പോ പഠിച്ചതാണ് അല്ലേ? ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അക്കോർഡിംഗ് ടു റിക്സ് വാട്ട് ആർ ദ കീ എലമെന്റ്സ് ഇൻ ദ പ്രോസസ് ഓഫ് ഡെവലപ്മെന്റ്? ഇതിൽ വരുന്നത് ഡിഫറൻസിയേഷനും ഇന്റഗ്രേഷനും ആണ്. ഏതിന്റെ ആൻസറാ വേണ്ടേ? തിയറി ഓഫ് എക്സ് ആൻഡ് വൈ ആണോ? ഓക്കെ, തിയറി ഓഫ് എക്സ് ആൻഡ് വൈ മാഗ്രിഗർ ആണ് കേട്ടോ. ഡഗ്ലസ് മാഗ്രിഗർ ആണ് ആൻസർ. ഓപ്ഷൻ ഡി. ഇനി കീ എലമെന്റ്സ് ഇൻ ദ പ്രോസസ് ഓഫ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഡിഫറൻസിയേഷനും ഇന്റഗ്രേഷനും ആണ് കേട്ടോ. അപ്പോ ഓപ്ഷൻസ് വരുന്ന ഏതാ? 1 and 3 ആണ് വരുന്നത്. ഓക്കെ, ഡിഫറൻസിയേഷനും ഇന്റഗ്രേഷനും. ഇതിനിടയ്ക്ക് ഞാനൊരു ക്വസ്റ്റ്യൻ സ്കിപ്പ് ആയിരുന്നു. ഹു ഈസ് കൺസിഡേർഡ് ആസ് ദ ഇന്റലക്ച്വൽ ഗോഡ് ഫാദർ ഓഫ് ബിഹേവിയറലിസം? ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു ആരെയാണ് ബിഹേവിയറലിസത്തിന്റെ ഇന്റലക്ച്വൽ ഗോഡ് ഫാദർ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അത് ചാൾസ് സി മെരിയം ആണ്. ഞാൻ പറഞ്ഞില്ലായിരുന്നു, ഡേവിഡ് ഈസ്റ്റൺ കൊണ്ടുവരുന്നതിന് മുന്നേ ഇത് ബാക്കിയുള്ള സബ്ജക്റ്റുകളിൽ അവതരിപ്പിച്ചത് ചാൾസ് സി മെരിയം ആണ്. പൊളിറ്റിക്കൽ സയൻസിലാണ് ആദ്യമായിട്ട് ബിഹേവിയറലിസം ഡേവിഡ് ഈസ്റ്റൺ അവതരിപ്പിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ചാൾസ് സി മെരിയം ആണ് ഇന്റലക്ച്വൽ ഗോഡ് ഫാദർ ഓഫ് ബിഹേവിയറലിസം ആയിട്ട് അറിയപ്പെടുന്നത്. സോ 2 ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്, അതുകൂടെ പറഞ്ഞിട്ട് നമുക്ക് നിർത്താവേ. Then the concept of general system theory was first developed by, ഇത് ഞാൻ ക്ലാസ്സിൽ പറഞ്ഞു അല്ലെ, നോട്ടിൽ ആഡ് ചെയ്തിട്ടില്ല, പക്ഷെ ക്ലാസ്സിൽ പറഞ്ഞു ലെഡ്വിഗ് വൺ ബെർട്ടലാൻഫി ആണ്. പേര് ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും, നിങ്ങൾ ബെർട്ടലാൻഫി എന്നൊക്കെ പഠിച്ചു വെച്ചാൽ മതി, നമുക്ക് ഓപ്ഷൻ മാത്രം ചൂസ് ചെയ്ത് കിട്ടിയാൽ മതിയല്ലോ. The concept of general system theory was first developed by Ludwig von Bertalanffy ആണ്. Then last question, behavioralism was introduced in the study of public administration by, ആരാണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷനിൽ ബിഹേവിയറലിസം എന്ന് പറയുന്ന ആശയം ആദ്യമായിട്ട് അവതരിപ്പിച്ചത്? ആരാ? നമ്മൾ കുറച്ചു മുന്നേ പറഞ്ഞു നിർത്തുകയാണ് അല്ലെ, ഹെർബർട്ട് സൈമൺ ആണ് ആൻസർ. ഓക്കെ ആണല്ലോ, ക്ലിയർ ആണല്ലോ? ഓക്കെ, ക്ലിയർ ആണോ? ഇന്നത്തെ ക്ലാസ് ഒക്കെ ഓക്കെ ആണോ? ക്ലിയർ ആയോ? ഓക്കെ, നമുക്ക് വൈൻഡ് അപ്പ് ചെയ്താലോ?